വിശേഷിച്ച് പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ 21 ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. സത്യവേദ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. പ്രധാനപ്പെട്ട വ്യക്തി എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന നസറായനാകുന്ന യേശു ക്രിസ്തു. അപ്പോൾ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം അതാണ്. നമുക്കറിയാം, പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിൽ പ്രാരംഭത്തിലെ 4 പുസ്തകം സുവിശേഷ പുസ്തകമാണ്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ. അത് നസറയനാകുന്ന യേശു ക്രിസ്തു. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു സുവിശേഷം. അപ്പോൾ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേച്ച് ഈ ഭാഗത്തോട്ട് വരാം. അതായിരിക്കും അതിൻ്റെ ശരി. സുവിശേഷം ഇത് ഞാൻ എല്ലാ ദിവസവും എല്ലായിടത്തും പറയുന്നതാണ്. ഒരാളിനോട് ചോദിച്ചു ഇത് തന്നെ പറയാനുള്ളൂ എന്ന്. ഞാൻ പറഞ്ഞു ഇതല്ലേ പറയണ്ടേ, ഇതാ പറയണ്ട. അപ്പൊ അതുകൊണ്ട് 1-2 കാര്യങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് നമുക്ക് ഈ ഭാഗത്തോട്ട് വരാം. 2 പാപം ഇത് അറിയാത്തവർക്കൊന്ന് അറിയുകയും ചെയ്യാം, അറിഞ്ഞവർക്കൊന്നുകൂടെ ഒന്ന് ഓർക്കുകയും ചെയ്യാം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. വായിച്ചു. തിമോഥെയോസിന്റെ വിശദീകരിക്കുന്നില്ല, അഭിവാചകം പോലെ പറയത്തുള്ളൂ. തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം കർത്തൃദാസനും വായിക്കണം. അവിടെ ഒരു സഹോദരിക്കും മൈക്ക് കൊടുത്തു, എടുത്തെങ്കിൽ വായിച്ചോണം. 2 പേര് ഇന്ന് വാക്യം വായിച്ചു ഊപാട് വരും. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവിൻ, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പൊ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. യേശു ക്രിസ്തു. ഒന്നുകൂടെ പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ മരണവും യേശു ക്രിസ്തുവിന്റെ ഉയർപ്പും, ഇതൊക്കെയായി സുവിശേഷം. അവിടുത്തെ ജനനവും. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3 ഒന്ന് ചേർത്ത് വായിച്ചു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൽ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. ഇതാ സുവിശേഷം. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകൾ പ്രകാരം ജനിച്ച് അല്ലെങ്കിൽ മരിച്ച് അടക്കപ്പെട്ട് തിരുവെഴുത്തുകൾ പ്രകാരം 3-ാം ദിവസം ഉയർത്തു. അതാ സുവിശേഷം. യേശു ക്രിസ്തുവിന്റെ ജനനം, അവിടുത്തെ മരണം, അവിടുത്തെ ഉയർപ്പ്, ഇതാ സുവിശേഷം. ഇതാ സുവിശേഷം. അപ്പൊ ആരെങ്കിലും ചോദിക്കുക എന്താ സുവിശേഷം? അപ്പൊ ഇത് പറഞ്ഞ് മറുപടി പറയണം. ഈ യോഗം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ചോദിക്കുക എവിടെ പോയി? യോഗത്തിന് പോയി. എന്നാ യോഗം? സുവിശേഷ യോഗം. എന്തുവാ സുവിശേഷം? സുവിശേഷം എന്നാന്ന് എരുമക്കാട് താമസിക്കുന്നത് എനിക്കറിയാൻ മേലേ? അതാണോ എൻ്റെ മറുപടി? എവിടെ വീട്? ഇവിടെ എരുമക്കാട്. ഇതുവരെ അറിയാൻ മേല സുവിശേഷം എന്നാന്ന്? ഏത് വീട്ടിനടുത്താ? ഞാൻ കൊടങ്ങാട്ടിലെ ബേച്ചാൻ്റെ വീടിനടുത്താണ്. എന്നിട്ട് ഇതുവരെ സുവിശേഷം, അതാണ് എൻ്റെ മറുപടി. അറിഞ്ഞോണ്ടാ പറഞ്ഞു, അറിഞ്ഞോണ്ടാ പറഞ്ഞു. അപ്പൊ ആരെങ്കിലും ചോദിച്ചാൽ അതിന് കൃത്യം മറുപടി പറയണം. അപ്പോൾ എന്താണ് സുവിശേഷം? സുവിശേഷം യേശു ക്രിസ്തു. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞതാ പൗലോസ്. യേശു ക്രിസ്തു തിരുവെഴുത്ത് പ്രകാരം മരിച്ച് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തു. അതാ സുവിശേഷം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജനനം, മരണം, ഉയർപ്പ്, അതാ സുവിശേഷം. അതിനാ എല്ലാവരുടെയും ജനനം പോലല്ല യേശുവിന്റെ ജനനം. നമ്മളൊക്കെ ജനിച്ച കാര്യം നേഴ്സോ അല്ലെ അപ്പുറത്തെ വീട്ടുകാരോ അല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരൊക്കെ പറഞ്ഞാ പലരും അറിഞ്ഞത്. യേശുവിൻ്റെ ജനന വാർത്ത പറയാനായിട്ട് ദൈവം ആദ്യം ഒരു ദൂതനെ അങ്ങോട്ട് വിട്ടു. നമ്മുടെ ജനന വാർത്ത ഏത് ദൂതനാവെന്ന് പറഞ്ഞു?
നമ്മുടെ ഇരിപ്പ് കണ്ട ഒരു 9 ദൂതം വന്നതുപോലെ ഇരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനന വാർത്ത അറിയിക്കാൻ ദൈവം ആദ്യം ഒരു ദൂതനെ അങ്ങോട്ട് വിട്ടു. ഒരു വാക്യം വായിച്ച ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. ലൂക്കോസ് 2:8. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. അപ്പൊ ഈ ജനന വാർത്ത അറിയിക്കാൻ കർത്താവിന്റെ ഒരു ദൂതനെ ദൈവം അങ്ങോട്ട് വിട്ടു. അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവര് ഭയപരവശരായി. അടുത്ത വാക്യം, ദൂതൻ അവരോട്. ദൂതൻ ഏകവചനമാണ്. അപ്പൊ ആദ്യം വായിച്ചത് ഒരു ദൂതൻ, അത് വീണ്ടും ആവർത്തിച്ചു, ദൂതൻ അവരോട്. ഭയപ്പെടേണ്ട. ദൂതൻ എന്ന് പറയാ, ഭയപ്പെടേണ്ട. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നിങ്ങൾക്കായിട്ട് ഇന്ന് ദാവീദിന്റെ ഭണ്ഡത്തിൽ ഒരു ശിശു, ഒരു രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ജനന വാർത്ത അറിയിക്കാൻ ദൈവം ആദ്യം ഒരു ദൂതനെ വിട്ടു. ഇങ്ങനെ ആരുടെ ജനന വാർത്തയാ പറഞ്ഞ? നമ്മളൊക്കെ ജനിച്ചപ്പോ ഒന്ന് മിക്കവാറും നേഴ്സാ പറയുന്നത്. ആൾക്കാർ നിൽക്കുക കൂടെ ഗ്ലാസ്സേ കൂടെ നോക്കും വല്ലതും ആയോ. അപ്പൊ നേഴ്സ് പറയാം, അങ്ങോട്ട് മാറി നിൽക്കും, പറയാം. ഉടനെ നമ്മൾ പുറകോട്ട്. പിന്നെ അവർ നേഴ്സ് പോയി കഴിയുമ്പോൾ പിന്നെയും പമ്മി. ഉടനെ ഡോക്ടർ പറഞ്ഞ എന്നാ പോയൊരു 5 കുപ്പി രക്തം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാ വന്ന് പറയുന്നത് ഓക്കെ. ഉടനെ നമ്മൾ ഉടനെ ചോദിക്കും ആണാന്നോ? ഉടനെ അവിടുന്ന് പെണ്ണ. അല്ല, ചിലർക്ക് അങ്ങനെ. അയ്യോ മക്കളെ ദൈവം തരുന്നത് ആണും പെണ്ണും തരംതിരിക്കരുത് കേട്ടോ. മക്കളെ യഹോവ തരുന്ന അവകാശം, ഉദരബലം ദൈവം തരുന്ന പ്രതിഫലം, വീരന്റെ കയ്യിലെ അസ്ത്രം. അതാണെന്നോ പെണ്ണെന്നൊന്നുമില്ല. ആണാന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. ആട്ടെ, അപ്പം അവർ പറ ആണ്. ഉടനെ അടുത്ത ചോദ്യം, എത്ര കിലോ ഉണ്ട്? അതിനെ തൂക്കി വയ്ക്കാനാണ്. ആൾക്കാരുടെ എല്ലാം രീതിയാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ തിരുജനന സമയത്ത് അവിടുന്ന് ജനിച്ചപ്പോൾ ഈ ജനന വാർത്ത അറിയിക്കാൻ സർവജ്ഞനായ ദൈവം ഒരു ദൂതനെ അങ്ങോട്ട് വിട്ടു. ദൂതൻ വന്ന് ആട്ടിടയന്മാരുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അടയാളമോ, ശീലക ചുറ്റി പശുത്തൊട്ടികൾ കിടക്കുന്നൊരു ശിശുവിനെ നിങ്ങൾ കാണും. സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുക. ഇതാ ജനന വാർത്ത. അതല്ല വിഷയം. ഈ ഒരു ദൂതൻ വന്നിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സംഘം ദൂതന്മാര് വീണ്ടും വന്നു. 13-ാം വാക്യം വായിച്ചു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം, എണ്ണം പറഞ്ഞിട്ടില്ല, ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. ഇവിടെ മകാന്മാരും ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും കുലീനന്മാരും രാജാക്കന്മാരും മന്ത്രിമാരും പ്രഭുക്കന്മാരും പാട്ടുകാർ പാടുന്ന പോലെ സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമർ, സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും, മന്നത്ത് പത്മനാഭൻ, അയ്യങ്കാളി, വൈകുണ്ഠസ്വാമി, ചട്ടമ്പി സ്വാമി, അതുപോലെ പണ്ഡിറ്റ് കറുപ്പന്, അതുപോലെ തന്നെ നേതാക്കന്മാര്, രാജാക്കന്മാര്, ഉന്നതന്മാര്, സാമുദായിക ഭരണ പരിഷ്കർത്താക്കള്, മന്ത്രി പുങ്കവന്മാർ പലരും ഈ ഭൂമിയിൽ പ്ലേറ്റോയും അരിസ്റ്റോട്ടിലും സോക്രട്ടീസും എന്ന് വേണ്ട എത്രയോ മിടുക്കന്മാരൊക്കെ ആരുടെയെല്ലാം ജനനത്തിൽ ഇങ്ങനെ സംഭവം നടന്നു. ഏത് ദൂതനാവെന്ന് പറഞ്ഞു? ഒരു ദൂതൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സംഘം ദൂതന്മാർ ഒരു സംഘം വന്നുള്ള എത്രയൊന്നൊന്നുമില്ല. ദൈവത്തിന്റെ രഥങ്ങൾ 1000 കോടി കോടിയാണ്. കോടി കോടി ദൂതരുമായി യേശുരാജൻ എല്ലാം മൂടി കിടാതെ പാടും. കോടി കോടി ദൂതരുമായി യേശുരാജൻ വരുന്നേര മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ പറന്നിടും. കോടി കോടി ദൂതരുമായി വരുന്നേരം മരിച്ചവർ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം.
ഞാൻ പാട്ട് പാടുമ്പോൾ എൻ്റെ ശബ്ദം മേളിൽ നിൽക്കണം. ഇതിൻ്റെ എല്ലാം ശബ്ദം ഇതിന് താഴെ നിൽക്കാവുള്ളൂ. ഞാൻ ഇവർക്ക് വായിക്കാൻ അവസരം കൊടുക്കും. അന്നേരം അത് കയറ്റി മേളിൽ കയറ്റിക്കൊണ്ട് ഞാൻ മിണ്ടുകയല്ല. ഞാൻ പാടുമ്പം ഇത് മുഴുവൻ താഴെ നിൽക്കണം എന്ന് വെച്ച് നിങ്ങൾ താൻ തന്നെ പാടിക്കുമെന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. പിന്നെ ഓർഡറുണ്ട്, വേദപുസ്തകത്തിൻ്റെ പ്രമാണം. ചിലയിടത്ത് എന്നാൽ ഏത് പാട്ടാന്ന് കേൾപ്പിക്കുകയല്ല. ഈ കുന്തമെല്ലാം കൊണ്ട് വെച്ച് അടിച്ച് പെരുകി ഇതിൻ്റെ ശബ്ദമേ കേൾക്കുള്ളൂ. വരി എന്നതാ, പാട്ടെന്നതാ, പദം എന്നതാ, സ്വരമൻ, വെളിവുമില്ല, ബോധവുമില്ല, ഒരു വിവരവുമില്ല. പാട്ട് പാടുമ്പോൾ അത് ഞാനാന്നേലും അനിലാന്നേലും ആരാന്നേലും പാട്ട് പാടുമ്പോൾ ഈ കർത്തദാസന്മാരാന്നേലും പാട്ടിൻ്റെ ട്യൂണും രാഗത്തിൻ്റെ വിസ്താരമല്ല, ഈ പാട്ട് എന്നതാന്ന് കേട്ട് ഗ്രഹിക്കണം. ഇതിൻ്റെ മതം എന്നതാ, ഉപദേശ പിശകു വല്ല ആണോ പാടി വെക്കുന്നത്, പുസ്തകത്തില്ലാത്തതാണോ ഇവൻ വെച്ച് കീച്ചുന്നത്, ഇതൊക്കെ അറിയണം. ഇല്ല എല്ലാ പാട്ടിനും കിടന്ന് ജീസസ് എന്നും പറഞ്ഞ് ആടാനൊന്നും നോക്കത്തില്ല. അത് എൻ്റെ കയ്യിൽ നിട്ടതല്ല, വേറെ പുസ്തകത്തിൽ പ്രമാണം അതാ. 68 സങ്കീർത്തനം 24 അറിവുള്ള വാക്യം എന്തായാലും വായിച്ചോ. വന്നിപ്പോ 68 ഇല്ലേ? ഞാനും എന്റെ ദൈവമെന്ന് വെക്കുകയായിരുന്നു. ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ട്, ദൈവമേ, അവർ നിന്റെ എഴുന്നള്ളത്ത് കണ്ട്, എന്റെ ദൈവവും രാജാവുമായ എന്റെ വിശുദ്ധ മന്ദിരത്തേക്കുള്ള എഴുന്നള്ളത്ത് തന്നെ. അടുത്തത് സംഗീതക്കാർ മുമ്പിൽ നടന്നു, സംഗീതക്കാർ മുൻപിൽ നടന്നു, വീണക്കാർ പിമ്പിൽ നടന്നു. ഇതാ വേദപുസ്തക പ്രമാണം. സംഗീതക്കാര് മുൻപിലും വീണക്കാര് പിമ്പിൽ എന്ന് പറഞ്ഞാൽ പാട്ടിന്റെ ശബ്ദം, സ്വരം, പദം, പദാനുപദം മേളിൽ നിൽക്കണം. വാദ്യ ഉപകരണങ്ങളുടെ ശബ്ദവും സ്വരവും എല്ലാം അതിന് കീഴിൽ നിൽക്കണം. അപ്പൊ അങ്ങനെ ഒന്ന് നോക്കട്ടെ, ഒക്കുന്നുണ്ടോ എന്ന്. മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നവർ മനസ്സിലായി. നമ്മുടെ പേരിന് നല്ല പേരാ, പേര് കളയരുത്. ജോബി നല്ല പേര്. അയ്യോ അതിന് അപ്പൊ ശ്രദ്ധിക്കുക. കോടി കോടി ദൂതരുമായി യേശുരാജൻ വരുന്നേരം മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ പറന്നിടും. കോടി കോടി ദൂതരുമായി യേശുരാജൻ മരിച്ചവർ ഉയർത്തിയിടും, വിശുദ്ധന്മാർ പറന്നിടും. അപ്പൊ ശ്രദ്ധിക്കുക, കോടിക്കണക്കിന് ദൂതന്മാരുണ്ട്. ഒരു ദൂതൻ വന്ന് ഈ ജനന വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സംഘം ദൂതന്മാർ അവരിങ്ങോട്ട് വന്ന് ഈ വന്ന ദൂതനോട് ചേർന്ന്, ഇവരോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അപ്പം പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഇങ്ങനെ യോജിക്കണം, ചേരണം, ചേർന്ന്. ഇന്ന് പലയിടത്തും വലിയ ചേർച്ച ഒന്നും തമ്മി മിണ്ടുകയില്ല, കൈ കൊടുക്കുകയില്ല, ഒരു സഭയിലാ കൂടുന്ന ഇവൻ മിണ്ടുകയില്ല, അവനും അങ്ങ് പാടുക. ഒരു സംഘടനയിലാ പ്രവർത്തിക്കുന്നത്, മിണ്ടുകയില്ല. എല്ലാവരും അങ്ങ് പാട്ടും ആരാധന. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ ചിലർ പോകുകയില്ല, അവനും നിന്നങ്ങ് പാടുക. ഉള്ള കാര്യമാണ് പറയുന്നത്. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചപ്പോൾ ചിലയിടത്ത് നിന്ന് കഴിക്കത്തുമില്ല. അന്ന് ഇവനും പെമ്പളയ്ക്ക് ഒരു പ്രത്യേക ഉപവാസവും. എന്നിട്ട് വീട്ടിൽ പോയി നല്ല പെരുക്കുക. പിന്നെ പിരിയം ഇങ്ങനെ നിന്ന് വിട്ട് ചാരാണ്ടുണ്ട്, പിന്നെ ഉണ്ട് പുള്ളി പിരിയം വെട്ടിക്കുന്നു. ആർക്കാണ്ട് കൊണ്ടതാ, പുള്ളിക്കറിയാം ആളാരാന്ന്. അതുകൊണ്ടാണ് ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം, ഏകാത്മാവിൽ ആട്ടെ. അപ്പോൾ ഈ ജനനവാർത്ത അറിയിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ വിട്ടു. ഈ ദൂതൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം ദൂതന്മാർ, എൻ്റെ ഭാവനെ ഞാനങ്ങ് പറയുക, ആ തിരുജനനം നടന്ന സ്ഥലത്തിന് മുകളിലായിട്ട് ആകാശമണ്ഡലത്തിൽ മുഴുവൻ ദൂതന്മാരുടെ വലിയ ഗുരു ഒന്നിച്ച്. ഇങ്ങനൊരു ജനനം എവിടാ നടന്നേക്കുന്നത്? വേറെ യേശുവിൻ്റെ ജനനം മാത്രമാണ്. സ്തോത്രം, സ്തോത്രം.
ആട്ടെ, ഈ ആട്ടിടയന്മാർ വന്ന് യേശുവിനെ കണ്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നീട് നാം മത്തായി വായിക്കുമ്പോൾ വിദ്വാൻമാർ വന്നു കണ്ടു, അവര് കാഴ്ചവെച്ചു. ഇതുപോലൊരു തിരുപ്പിറവി, ഇതുപോലൊരു ജനനം വേറെ ആരുടെ ഉണ്ടായിട്ടില്ല. വന്നുമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നെ മൂരകും തിരിക്കം കാഴ്ചവെച്ചു. വന്നുമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നെ മൂരകും തിരിക്കം കാഴ്ചവെച്ചു. ഉന്നതാധികാരമുള്ള മന്നവൻ നീ എന്നു തങ്ങൾ സന്നമിച്ചു ഘോഷിക്കും നീതാ നിശങ്കമായി സിയോൻ മണവാളൻ. ഉന്നതാധികാരമുള്ള മന്നവൻ നീ എന്നു തങ്ങൾ സന്നമിച്ചു ഘോഷിക്കും നീതാ നിശങ്കമായി സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവ. ആട്ടിടയർ കൂട്ടമായി വന്ന നേരം കീറ്റുശീലയിൽ കിടന്ന യേശുദേവ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ ക്ലിഷ്ടമാക്കിടപ്പും കണ്ടു നാമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ നാശപാത്രമായ ലോകം ആകെയുത്തരിപ്പതിൽ കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയേ സിയോൻ കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇതുപോലെ ഒരു തിരുജനനം വേറെ നടന്നിട്ടില്ല. അതാ തിരുവെടുത്ത് പറഞ്ഞതുപോലെ യേശു ജനിച്ച് തിരുവെടുത്ത് പറഞ്ഞതുപോലെ മരിച്ചു. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണവും വിശേഷപ്പെട്ട മരണമാണ്. നമ്മൾ ഇവിടെ മറ്റുള്ള ഒരാളുടെ മരണം പോലെ അല്ല. വാക്യങ്ങൾ എടുത്ത് വായിപ്പിക്കുന്നില്ല. ഈ എടുത്ത ഭാഗത്തേക്ക് വരേണ്ടത് കൊണ്ട് ഓടിച്ചു പോകുകയാണ്. യേശുക്രിസ്തുവിന്റെ മരണത്തിന് വിശേഷതയുണ്ട്. എന്താ വിശേഷത? ഒന്ന്, അവിടുന്ന് മരിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. നമ്മളെല്ലാം ജീവിക്കാൻ വന്നവരാ. ഇരിപ്പ് കാണുമ്പോൾ അറിയാം. എങ്ങനെയും കുറച്ച് നാളൂടെ ഇന്നാളൊരു അറിയുമ്പോൾ ഭാഷയെ കുറച്ച് നാളൂടെ തട്ടിയും മുട്ടിയും ഒന്ന് ആട്ടെ. യേശുക്രിസ്തു മരിക്കാനാണ് ഇങ്ങോട്ട് വന്നത്. ആ കർത്താവ് തന്നെ പറഞ്ഞല്ലോ, മനുഷ്യപുത്രൻ അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായിട്ട് അവൻ മരിക്കാൻ വന്നതാണ്. വാക്യങ്ങളെല്ലാം എടുത്ത് വായിപ്പിക്കുന്നില്ല, വേറെ ഒത്തിരി വായിക്കാനുണ്ട്. ഇതുകൂടെ വായിച്ചു പിന്നെ അത് വായിക്കുമ്പോൾ കോഴി. ഒന്ന്, അവിടുന്ന് മരിക്കാൻ ഇങ്ങോട്ട് വന്നു. രണ്ട്, അവിടുന്ന് കൂടെ കൂടെ പറയുമായിരുന്നു മരിക്കുമെന്ന് കൂടെ കൂടെ. ഇങ്ങനെ വാക്യം. അന്ന് മുതൽ യേശു താൻ മരിക്കുമെന്ന് സംസാരിച്ചു തുടങ്ങി. ഒന്ന് പറഞ്ഞു നിർത്തിയില്ല. എല്ലാ പ്രസംഗത്തിലും ഇങ്ങനെ പറയുമായിരുന്നു മരിക്കും മരിക്കും മരിക്കും. നമ്മൾ അങ്ങനെ പറയാറുമില്ല. അങ്ങനെ പറയുന്നത് വലിയ താല്പര്യവും ഇല്ല. ഇനി നമ്മളെ പറ്റി ഒരാൾ അങ്ങനെ പറയുന്നതിനോടും വലിയ അച്ചായം മരിക്കും, എനിക്ക് വേറൊന്നും ഈ രാത്രി പറയാനില്ല, അല്ലയോ? ഉടനെ ചോദിക്കും. നീ അച്ചായം ചോദിച്ചില്ലെങ്കിലും പിള്ളേർ ചോദിക്കും, അതിനെ ഞങ്ങളുടെ പപ്പാടെ നോക്കി മുഖത്ത് നോക്കി താനിങ്ങനെ. ആർക്കും ഇഷ്ടമല്ല. രാവിലെ എഴുന്നേൽക്കുമ്പം ഭർത്താവ് ഭാര്യയോട് പറയാ, മോളി ഞാൻ ഇന്ന് മിക്കവാറും പോകും. യേശുവിൻ്റെ നാമത്തിൽ നാവിനെ ശാസിക്കുന്ന ആവശ്യമില്ലാത്ത പറയും. വയ്യെങ്കിലും വയ്യാവേലിയാണെങ്കിലും കുറച്ച് നാൾ കൂടി ഇരിക്കട്ടെന്നാ അവരുടെ ചിന്ത. നിനക്കേടാ.
അല്ല, ഭാര്യ ഭർത്താവിനോട് പറയാ, അച്ഛാ ഞാൻ ഇനി അധിക ദിവസം ഇല്ല. നീ ആവശ്യമില്ലാത്ത വർത്താനം പറയാതെ, നിനക്ക് വേറെ എന്തെല്ലാം പറയാനുണ്ട്. അതെന്താ ഇങ്ങനെ പറയുന്നത്? ആർക്കും അത് ഇഷ്ടമല്ല മരിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ വിശേഷത അവിടുന്ന് കൂടെ കൂടെ പറയുമായിരുന്നു, മരിക്കും മരിക്കും മരിക്കും. സംസാരിച്ചു തുടങ്ങി. 3 മരണത്തിന്റെ വിശേഷത. ഇതിനെല്ലാം വാക്യമുണ്ട്, നേരമില്ലാത്തതുകൊണ്ടാണ്. 3 എങ്ങനെയാ മരിക്കുന്നതെന്ന് യേശു പറഞ്ഞു. ഇങ്ങനൊന്നും ഒരുത്തരും പറഞ്ഞിട്ടില്ല. മനുഷ്യപുത്രനെ ഉപദ്രവിക്കും, അടിക്കും, തുപ്പും, തല്ലും, പീഡിപ്പിക്കും, ക്രൂശിക്കും. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാവോ ഞാൻ ഇന്ന വിധത്തിലാണ് മരിക്കുന്നതെന്ന്? പക്ഷേ ഞാൻ അറ്റാക്കിലേ പോവുള്ളൂ, ഒന്നും പറയാനൊക്കത്തില്ല. അറ്റാക്ക് തന്നെ പലതുണ്ട്. സൈലന്റ്. നമ്മൾ ചോദിക്കില്ല പുള്ളി എങ്ങനെ സൈലന്റ്? പുള്ളി യോഗത്തിന് സൈലന്റ് ആയിരുന്നു. തമ്പുരാൻ പറഞ്ഞു എന്നാൽ സൈലന്റ് ആയിട്ടൊക്കെ പോരാം. എല്ലാം സൈലന്റ്. ഇന്ന വിധത്തിലാണ് മരിക്കുന്നതെന്ന് ആർക്കും പറയാൻ ഒക്കത്തില്ല. എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു ഇന്ന വിധത്തിലാണ് ഞാൻ മരിക്കുന്നത്. എന്നെ അടിക്കും, ഉപദ്രവിക്കും, തുപ്പും, തല്ലും, ക്രൂശിക്കും. സ്തോത്രം. അപ്പം 1 മരിക്കാനായിട്ട് വന്നു, 2 കൂടെ കൂടെ മരിക്കുമെന്ന് പറഞ്ഞു, 3 എങ്ങനെ മരിക്കുമെന്ന് യേശു പറഞ്ഞു, 4 എവിടെ വെച്ച് മരിക്കുമെന്ന് യേശു പറഞ്ഞു. ഇങ്ങനെ യെരൂശലേമിൽ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ചേ മരി, ഞാൻ എരുമക്കാട് വെച്ചാൽ മരില്ല, ഞാൻ ആറന്മുളയെ വെച്ചാൽ മരില്ല, ഞാൻ മാലക്കരയെ വെച്ചേ മരിക്കുമോ? നോട്ടോ വരുമ്പോൾ കണ്ടിട്ട് മിക്കവാറും ബിലീവേഴ്സ് ആകാനാ സാധ്യത. എല്ലാവരും അങ്ങോട്ടല്ലേ പോകുന്നത്. പിന്നെ എന്നോട് ഒരാൾ പറഞ്ഞു നല്ല അന്തരീക്ഷമാണ്. ബില്ല് കൊടുക്കുമ്പോഴും അന്തരീക്ഷം വേണം കേട്ടോ. അമ്മ ബിലീവേഴ്സിൽ പോകുന്നില്ലായിരിക്കും, അമ്മ പുഷ്പഗിരി ആയിരിക്കും. അപ്പൊ ശ്രദ്ധിച്ചേ, എവിടെ വെച്ച് മരിക്കുമെന്ന് യേശു പറഞ്ഞു? യെരൂശലേമിൽ. ഇതുപോലെ ഏത് നേതാവാ പറഞ്ഞേക്കുന്നത്? 5 ഈ ആരാണ് ഈ മരണത്തിന്റെ ഉത്തരവാദി എന്ന് യേശു പറഞ്ഞു? ശാസ്ത്രിമാരും പരീശന്മാരും മഹാപുരോഹിതന്മാരും. അവരാണ് ഇതിന്റെ കാരണക്കാർ. ഇത്ര ക്ലിയറായിട്ടാ യേശു, അതാ ഈ മരണത്തിന് വിശേഷത. ഇത്ര ക്ലിയറായിട്ടാ പറഞ്ഞു. 1 മരിക്കാൻ വന്നു, 2 മരിക്കുമെന്ന് അവിടുന്ന് കൂടെ കൂടെ സംസാരിച്ചു തുടങ്ങി, 3 എങ്ങനെ മരിക്കുമെന്ന് യേശു പറഞ്ഞു, 4 എവിടെ വെച്ച് മരിക്കുമെന്ന് യേശു പറഞ്ഞു, 5 ഈ മരണത്തിന്റെ ഉത്തരവാദികൾ ആരാന്ന് യേശു പറഞ്ഞു. 6 നിങ്ങൾ വേറെ പുസ്തകം വായിച്ചേ. മരിക്കുമെന്ന് പറഞ്ഞെടുത്തെല്ലാം മരിക്കും എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടില്ല, ചേർത്ത് കർത്താവ് പറഞ്ഞു ഉയർക്കും. അങ്ങനെ പറഞ്ഞു. നിങ്ങൾ വേറെ പുസ്തകം മുഴുവൻ വായിച്ചേ, അവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. മരിക്കുമെന്ന് പറഞ്ഞ് നിർത്തിയില്ല, മരിക്കും, ആമേൻ, മനുഷ്യപുത്രനെ ഉയർക്കും. 7 അതുകൂടെ പറയാം, അതുകൂടെ പറഞ്ഞാലേ ഒക്കുള്ളൂ. 7 എപ്പോഴാണ് ഉയർക്കുന്നതെന്ന് യേശു പറഞ്ഞു? 3-ാം ദിവസം. മരിക്കും ഉയർക്കുമെന്ന് ചുമ്മാ പറയല്ല, 3-ാം ദിവസം ഉയർക്കും. ഇതാ ഈ മരണത്തിന്റെ വിശേഷത. ഇനിയുണ്ടോ തിരി? എല്ലാ വിഷയം അതല്ല, അതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ചവിട്ടുമ്പോൾ ശബ്ദം കേൾക്കുക, അത് ഇത് പലകയുടെ ആ കേട്ടോ. അല്ല, ഞാൻ കൂടെ കൂടെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക. ചിലപ്പോ ഇത് ലൈവിനകത്ത് ചിലപ്പോ കേൾക്കും. മോനെ കേൾക്കുന്നുണ്ടോ ലൈവില് ശബ്ദം? അതിനാ ക്ലിയറാക്കി, എനിക്കറിയാം. ഇല്ലേ വലിയൊരു അയാൾക്ക് തീരെ വയ്യെന്നാ തോന്നുന്നത്. ഉള്ള കാര്യം ഉള്ളതുപോലെ ഒന്ന് പറയാൻ തന്നെ. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരുടെയും മരണം പോലല്ല യേശുക്രിസ്തുവിന്റെ തിരുമരണം. 1
അവിടുന്ന് മരിക്കാൻ ഇങ്ങോട്ട് വന്ന് സ്വർഗം വിട്ട് ഇറങ്ങി വന്നു. സ്വർഗമഹിമകൾ വെടിഞ്ഞു. ഇടയ്ക്ക് വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു. സ്വർഗമഹിമകൾ വെടിഞ്ഞു. ഇടയ്ക്ക് വേണ്ടി യേശു യാഗമായി. സ്വർഗം വിട്ടിറങ്ങി വന്നു. സ്വർഗമഹിമകൾ വെടിഞ്ഞു. ഇടയ്ക്ക് വേണ്ടി യേശു യാഗമായി. അപ്പൊ ശ്രദ്ധിക്കുക, ഇതുപോലെ ശ്രേഷ്ഠനാകുന്ന ഉന്നതനാകുന്ന മഹിമയുള്ള ഒരുവൻ ഇല്ല. അട്ട് നമുക്ക് ഓടിച്ച് മുമ്പോട്ട് പോകാം. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? യുജോ പാസ്റ്റർക്ക് പള്ള വീർപ്പിക്കാനോ പുള്ളിക്ക് 10 മേടിക്കാനോ വീട് പണിയാനൊന്നും അല്ല. പുള്ളിയുടെ കുടുംബത്തിൻ്റെ ഭൗതിക രക്ഷയ്ക്കൊന്നുമല്ല സുവിശേഷം. പിന്നെ എന്തിനാ ഈ സുവിശേഷം? അറിയാമല്ലോ, സുവിശേഷം സകല മനുഷ്യനും രക്ഷപ്പെടാനാണ്. തീത്തോസ് 2:11 എല്ലാ അറിവുള്ള വാക്യമാണ്. അത് ഓർപ്പിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാം അറിയാം. എല്ലാവർക്കും ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. അത് ബൈബിൾ പോലും കൊണ്ടുവന്നിട്ടില്ല. കൊണ്ടുവന്നവരൊട്ടിൽ തുറക്കുന്നുമില്ല. കാരണം എല്ലാം ഇതിനും തുറക്കണ്ട, അറിയാം. നമുക്ക് 3-4 പേർക്ക് അത് അറിയാതുള്ളൂ. കൊണ്ടാ പുള്ളി ആണ്ട തുറക്കുന്നത്. വായിച്ചത് തീത്തോസ് 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. കണ്ടോ, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ആദ്യത്തെ പദം അതിന്റെ ആൻസറാ. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഈ വീട്ടിലുള്ളവർ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, ഈ ദേശത്തുള്ളവർ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, പത്തനംതിട്ട ജില്ലക്കാർ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ. ദൈവത്തിന് മഹത്വം. ഈ കേരളത്തിലുള്ള ജില്ലയിലുള്ളവർ മാത്രമല്ല, ഇന്ത്യയിലുള്ളവർ മാത്രമല്ല, ലോകത്തിലുള്ള സകല മനുഷ്യനും രക്ഷപ്പെടണം. സകല മനുഷ്യർക്കും രക്ഷാകരം. അപ്പോൾ ആ രക്ഷ കൈവരിക്കണം. അതിനാ സുവിശേഷം, സകല മനുഷ്യനും രക്ഷപ്പെടാൻ. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. സ്തോത്രം. ഇനി അടുത്തത്, ആരാ ഇത് കേൾക്കണ്ടേ? ആരാണിത് കേൾക്കേണ്ടത്? വായിച്ചേ 2 വാക്യം. മർക്കോസ് 16:15, മർക്കോസ് 13:10, 49 സങ്കീർത്തനം 1. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിക്കണം. സകല സൃഷ്ടികളും കേൾക്കണം. 13:10 മർക്കോസ്. പാഷങ്ങൾ തോറ്റു കൊടുത്തതാണ്. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോട് പ്രസംഗിക്കേണ്ടത്. സകല ജാതികളോട് പ്രസംഗിക്കണം. ദൈവത്തിന്റെ മഹത്വം. സകല സൃഷ്ടികളും ഇത് കേൾക്കണം. സകല ജാതികളും ഇത് കേൾക്കണം. അല്ല, ഇത് കേൾപ്പിക്കണം. എനിക്ക് അനിലിനൊക്കെ അറിയാം. തിരുവനന്തപുരം സൈഡിൽ പോകുന്ന വലിയ ഇഷ്ടമാണ്. കാരണം അവരെല്ലാവരെയും കേൾപ്പിക്കും. ഒരു 2.5 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മൈക്ക് വെക്കും. ചെറിയ ബോക്സ്. നമ്മുടെ ഈ സെൻട്രൽ ട്രാവ് കുറ്റി ഒറ്റ ഒരുത്തം കേൾപ്പിക്കുകയാണ്. ഇതിനകത്ത് തന്നെ കേൾപ്പിക്കുകയാണ്. ഇതിനകത്ത് തന്നെ അത് കേൾപ്പിക്കാത്ത കാര്യം എന്ന് വെച്ചാൽ അവരുടെ കുഴപ്പമില്ല. അവരുടെ ഈ സാധനമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ പറയുമ്പോൾ എത്രയോ അവരും ഇതൊക്കെ പൈസ മുടക്കല്ലേ. എത്രയോ ഇല്ലതാ. ഇച്ചിരി കൂടെ താക്കാവോ? ഉടനെ പറയാം താക്കാം. ഒരു ബോക്സ് അങ്ങ് താത്തു. ഇങ്ങനെ താക്കുന്നേ, ഇങ്ങനെ താക്കുന്നേ. അതാ മുക്കിനെ വെക്കേണ്ടതാ. അത് താത്തു. ഉടനെ സെക്രട്ടറി വീണ്ടും വിളിച്ചു വെച്ചു, ഇച്ചിരി കൂടെ താക്കാവോ? താക്കാം. വേറൊരു ബോക്സ് കൂടെ. ഉടനെ ട്രഷാർ പറയാം, ഞങ്ങൾ വളരെ അറ്റപ്പാറ്റിയായത് നടത്തുന്നു ബ്രദർ, ഇച്ചിരി കൂടെ ഒന്ന് താത്തയൊക്കെ അകത്ത് വെച്ചത് ഒരെണ്ണം താത്ത്. ചുരുക്കി പറഞ്ഞ അവസാനം അല്ലേരിയ എന്ന് പറയുമ്പോൾ അളിയാന്നാ കേൾക്കുന്നത്. കേൾപ്പിക്കുകയല്ലെന്ന്. കാശില്ലാത്തവരാണോ? ഈ എരുമക്കാടത്ത് കോടിക്കണക്കിന് പൈസ ഫിക്സഡ് ഇട്ടേച്ച് ഇവനെല്ലാം പമ്മിയിരിക്കുക. അവസാനം ഇത് ഗുണമാകുമില്ല. അവസാനം പോകുന്ന കണ്ടോ? കൃപയല്ലെന്ന് ചെലവാക്കണമെന്ന്. കൃപ വേറെ, ഇത് വേറെ, രണ്ടും രണ്ടല്ലയോ? എന്റെ പ്രിയരെ, ഒരു കാര്യം പറയാം.
ഇത് കേൾപ്പിക്കണം കേട്ടോ. എന്തുവാ? സുവിശേഷം. ഈ കോമ്പവണ്ടി മാത്രം കേട്ടാ പോരാ, മറ്റുള്ളവരെ കേൾപ്പിക്കുമല്ലോ. നിങ്ങൾ ഹൈന്ദവരായ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ മറ്റുള്ള എല്ലാ പോസ്റ്റേലും വെച്ച് കേൾപ്പിക്കുന്നില്ലേ? ഇല്ലേ? പിന്നെ രാവിലെ മുതൽ ഇവര് കേൾപ്പിക്കുക. അവർക്ക് അത്രയും വെളിവുണ്ട്. നമ്മുടെ ആൾക്കാർക്ക് യാതൊരു കാശിന് എല്ലാരും യോഗം നടത്തുക, നമ്മളും നടത്തുക. പിന്നെ അങ്ങ് നിർവൃത്തി അടയ്ക്കുക. നടത്തിയോ? എത്ര ദിവസം ചുമ്മാ ബിരിയാൻ വെട്ടിച്ചാവല്ലോ യോഗമാകൂ? ഇതെല്ലാവരെയും കേൾപ്പിക്കണം. അവിടെ വായിക്കുക, സർവ സകല സൃഷ്ടികളും. ഒന്നുകൂടെ വായിച്ചേ. വായിച്ചു. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യവും, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 10-ാം വാക്യവും, 49-ാം സങ്കീർത്തനം 1-ാം വാക്യവും. വായിച്ചേ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പിൻ. സകല ജാതികളുമായുള്ള 49-ാം സങ്കീർത്തനം 1-ാം വാക്യമല്ലേ? അതെ. വായു. ഇനി മർക്കോസ് 13-ന്റെ 10 കൂടെ വായു. സഹോദരി പെട്ടെന്ന് വായു. മൈക്കൊക്കെ എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകുന്നു. പേരെന്തുവാ? ലീന. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് സകല സൃഷ്ടികളെയും കേൾപ്പിക്കണം, സകല ജാതികളെയും കേൾപ്പിക്കണം, സകല മനുഷ്യനും ഇത് കേൾക്കണം. സുവിശേഷം അയനാ ഇത് കേൾക്കാൻ കൊള്ളാവുന്നത്, ഇത് കേൾക്കാൻ കൊള്ളാവുന്നത്. മറ്റു പല കാര്യമൊന്നും എല്ലാവരും കൂടി കേൾക്കാൻ കൊള്ളുന്നതല്ല, പറയാനും കൊള്ളുകയല്ല. അതല്ലേ പറഞ്ഞേ, നീ ഒന്ന് പോയ ഞങ്ങളൊരു കാര്യം പറയട്ടെ, കേൾപ്പിക്കാൻ കൊള്ളുക. പ്രായമുള്ളൊരു എന്തോ കേൾക്കാനാടാ കീഴേ വന്നിരിക്കുന്ന പ്രായമുള്ളൊരു വർത്താനം നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മൂത്തവർ വർത്താനം പറയുന്നതിൻ്റെ കീഴേ, കാരണം മൂത്തവർ അത്രയും സാധനമാണ് പറയുന്നത്. കൊച്ചുങ്ങൾക്ക് ആർക്കും കേൾക്കാൻ മൂത്തതാന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായോ? വായിന്ന് വരുന്നതെല്ലാം തോന്നിയ മാസമാണ്. അതിനാ കൊച്ചിനോട് പറയും, എഴുന്നേറ്റ് പോടാ പ്രായമുള്ളവർ. ഇപ്പം നേരെ തിരിച്ചു കൊച്ചുങ്ങൾ നമ്മളോട് പറഞ്ഞ അപ്പച്ചൻ എന്നെ കേൾക്കാൻ വന്നിരിക്കും, അപ്പച്ചൻ പോകും. കാരണം അപ്പച്ചൻ്റെ കണ്ണ് പൊട്ടുന്ന സാധനമാണ് കൊച്ചുങ്ങൾ ഇറക്കി. ഇപ്പം എത്ര വയസ്സുണ്ട്? 73 ഉണ്ടോ? 80? അച്ഛാ 80? ദൈവം ബലപ്പെടുത്തട്ടെ. 83-കാരൻ കേട്ടാൻ ഞെട്ടുന്നതാ 13-കാരൻ പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാവർക്കും കൂടെ അപ്പനും അമ്മയ്ക്കും വല്യപ്പനും വല്യമ്മയ്ക്കും കൊച്ചുമക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും മക്കൾക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാനും അറിയാനും പറ്റാത്ത വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ നടുവിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് കേൾക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു വാർത്ത, അത് സുവിശേഷം, ഗുഡ് ന്യൂസ്, നല്ല വാർത്ത, സദ്വർത്തമാനം. അതാ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും തേണ്ട. അപ്പച്ചൻ 83. നോക്ക് എത്ര വയസ്സുണ്ടടി? പിന്നെ അവിടെ 7 വയസ്സുണ്ടോ? അവ കേട്ടേ ഉള്ളൂ. മോക്ക് എത്രയുണ്ട്? 5 ഉണ്ടോ? നിനക്ക് 8 ഉണ്ടോ? എടാ കണ്ണാടിക്കാരാ, നിനക്ക് എത്രയുണ്ടടാ? 12. നീ ഇംഗ്ലീഷ് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുകയാണ്. മിടുക്കൻ. ഗോഡ് ബ്ലെസ് യു. ഞാനും ഒരു ഇംഗ്ലീഷ് പറയും. ദൈവത്തിന് മഹത്വം. മോനെ, നിനക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നില്ലേ? മലയാളം അറിയാൻ പറ്റില്ല കുറെയൊക്കെ. സുവിശേഷം കേട്ടില്ലേ? മോക്കറിയത്തില്ലേ ഓടി? ഞാൻ പറഞ്ഞ കേട്ടില്ലേ? ഈ അപ്പച്ചനും മനസ്സിലായി, കൊച്ചുപിള്ളേർക്ക് മനസ്സിലായി, വാക്യം വായിച്ചവർക്കും. അല്ലെന്ന് മൈക്ക് ജോബിക്ക് പിടി കിട്ടുന്നില്ലേ? ഇല്ലേ? ഉണ്ട്. വീഡിയോ എടുക്കുന്നവർക്ക് പിടി കിട്ടുന്നില്ലേ? ഞാൻ പറഞ്ഞ മോനെ, നീ എന്നെ പാത്തിരിക്കും, നിനക്ക് പിടി കിട്ടുന്നില്ലേ? ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നില്ലേ? കണ്ടോ? എല്ലാവർക്കും മനസ്സിലാകും. അല്ല, എല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്നതാ. ഇത് കേൾക്കാൻ കൊള്ളാത്തതാണെങ്കിൽ ആ മാന്യ വ്യക്തി അവിടെ നിന്ന് കേൾക്കുമോ? അതേ വേണ്ട, ക്ഷമയോടെ കേട്ടിരിക്കുന്നു. അവിടെയൊക്കെ പലരും കേട്ടിരിക്കുക. എന്നാ ഇതെല്ലാവർക്കും കേൾക്കാൻ കൊള്ളാവുന്നതാ. സുവിശേഷം എല്ലാവർക്കും കേൾക്കാം, എല്ലാവർക്കും കേൾക്കാം. അപ്പച്ചനും അമ്മച്ചിക്കും കുഞ്ഞുങ്ങൾക്കും സഹോദരനും സഹോദരിക്കും എല്ലാം ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്ന ഒരേ ഒരു വാർത്ത, അത് സത്യസുവിശേഷമാണ്. സ്തോത്രം.
ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങും, തല കുനിക്കും, അതു ബഹു സന്തോഷമേ. ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ, സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അതു ബഹു സന്തോഷമേ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പാടണമെന്നൊക്കെ ഉണ്ട്, സമയമില്ല, ഇതൊരു ഭാഗത്ത് എത്തിക്കണ്ടായോ. ദൈവത്തിന് മഹത്വം. അപ്പോൾ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല ജാതികളും സകല സൃഷ്ടികളും ഇത് കേൾക്കണം. ദൈവത്തിന് മഹത്വം. നാലാമത്തെ പോയിന്റ്, എങ്ങനെയാ ഇത് പറയണ്ടേ? സുവിശേഷം പറയേണ്ടത് പറയേണ്ട വിധമുണ്ട്. ചിലക്ക് വിധമൊന്നും അറിയാൻ മേല, അങ്ങ് പറയുക. അവിടെ ചുമ്മാ അന്ന് കീർവാണ് പഠിക്കും. ഞാൻ കഴിഞ്ഞ 50 വർഷത്തിൽ പരമായി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ പറയണം. എങ്ങനെ പറയേണ്ട വിധമുണ്ട്. ഒന്ന്, ഒത്തിരി ഉണ്ട്, 2 കാര്യം പറയാം. ഒന്ന്, ഈ സുവിശേഷം അറിയിക്കാൻ ദൈവമാ വിളിച്ചെന്നുള്ള ഉറപ്പുണ്ടായിരിക്കണം. വായിച്ചേ, അപ്പോസ്തല പ്രവർത്തകരുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 10. അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ചു. ഈ വാക്യം വായിപ്പിക്കുന്നത് ഞാൻ ഇതിനകത്തുള്ള കാര്യമായി പറയുന്നെന്ന് അറിയണം, അതിനായി വായിപ്പിക്കുന്നത്. വായിക്കുക. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ. ഈ ദർശനം കണ്ടിട്ട് 9-ാം വാക്യത്തിൽ ആ ദർശനം മക്കതോന്യക്കാരൻ പുരുഷന്റെ വിവരിക്കുന്നില്ല. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു. ദൈവമാ നമ്മളെ വിളിച്ചത്. ഈ ഉറപ്പുണ്ടായിരിക്കണം. ദൈവം വിളിച്ചതാ. ദൈവം വിളിച്ചവൻ എൻ്റെ ഭാഷയാ കൊക്കിന് ജീവനുള്ള സമയം വരെ പറയും. കുമ്പനാട്ടിൽ നിന്നാ വിളിച്ചെങ്കിൽ കുമ്പനാട്ട് മരുവക്കാടാകുമ്പം പണി നിർത്തും, ഇല്ലേ? മുളക്കൂടെ എന്നാ വിളിച്ചെങ്കിൽ മുളക്കൂടെ കുടച്ചിലാകുമ്പം പണി നിർത്തും. പുനലൂരിൽ നിന്നാ വിളിച്ചെങ്കിൽ അവിടെ ഉടക്ക് വന്നാൽ അന്നേരം സ്റ്റോപ്പ് ചെയ്യും. തിരുവല്ല തോമാച്ചൻ്റെ അവിടെ നിന്നാ വിളിച്ചെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഇടങ്കേട് വന്നാൽ അന്നേരം നിർത്തും. കല്ലുമലക്കാരാ വിളിച്ചെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, ഈ പറഞ്ഞിടത്തെല്ലാം പ്രശ്നമാണ്. എല്ലായിടത്തും പ്രശ്നം. സ്തോത്രം. റാന്നിന്നാ വിളിച്ചെങ്കിൽ ഏപ്രകാശ് സാർ മരിച്ചു പോയെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ അവിടെ എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോ പണി നിർത്തും. അടയാറിന്നാ വിളിച്ചെങ്കിൽ, ഇപ്പൊ അടയാറുള്ള ഇരുമ്പല്ലൂരാ, അവിടെ നിന്നാ വിളിച്ചെങ്കിൽ അവിടെ എന്തെങ്കിലും അപാകത വന്നാൽ അന്നേരം നിർത്തും. അന്ത്യോക്യ എന്നുള്ളവരാ നിന്നെ വിളിച്ചെങ്കിൽ അന്ത്യോക്യ പ്രശ്നം വന്നാൽ നീ നിർത്തും. വത്തിക്കാൻകാർ നിന്നെ വിളിച്ചെങ്കിൽ അവിടെയും ഉടക്ക് വന്നാൽ നീ നിർത്തും. ഇവിടെ എല്ലാം പ്രശ്നമാണ്. ദേവലോകത്തിൽ നിന്നാ വിളിച്ചെങ്കിൽ കോട്ടയത്തെ പണ്ടെടുത്ത ബോട്ട് കണ്ട് കയറി ദേവലോകം ചാടി കയറി ദേവലോകം കാണാൻ. അന്ന് 2000 രൂപയുള്ളൂ ടിക്കറ്റ്. 2000 രൂപ ടിക്കറ്റ് എടുത്തു. എവിടാ? ദേവലോകം. 2000 രൂപ മേടിച്ചു, സീറ്റായിരുന്നു. അരമണിക്കൂർ കഴിഞ്ഞ് വണ്ടി വീണ്ടും അവിടെ കൊണ്ട് നിർത്തി. അവൻ ചോദിച്ചു ദേവലോകം. അത് കഴിഞ്ഞല്ലോ ഇങ്ങോട്ട് വന്നേ. ദേവലോകം എടാ, ദേവലോകം വാടാ. കഞ്ഞിക്കുഴി അങ്ങോട്ട് വലത്തോട്ട് കയറി അയ്യറക്ക പറഞ്ഞ് വളവിന്റെ അടുത്ത് വശത്തിരിക്കുന്ന റബ്ബർ തോട്ടത്തിന്റെ അതാ ദേവലോകം. യു അപ്പൊ അവൻ ചിന്തിച്ചു തന്നെ 2000 രൂപയ്ക്ക് ദേവലോകം കാണാമല്ലോ. അതാണോ ദേവലോകം? പിന്നെ അവിടെ താഴോട്ട് ഇറങ്ങി വരുമ്പോ കണ്ടമല്ലേ, കണ്ടത്തിന് നേരെ മേളിലത്, കണ്ടത്തിന് മേളിലാണോ ദേവലോകം? അപ്പോൾ ഈ പറയുന്ന സ്ഥലത്തിൽ നിന്നൊക്കെ ഞാൻ നിന്നെ വിളിച്ചെങ്കിൽ അവിടെ എന്തെങ്കിലും അപാകതകളും പോരായ്മകളും വരുമ്പോൾ നീ ഈ വേല നിർത്തും. പക്ഷേ ഇത് ഇപ്പോഴും നിൽക്കാത്തത് എന്നാന്നറിയാമോ? ദൈവം വിളിച്ചതാ. കുമ്പനാട്ട് പ്രശ്നം വരാം, മുളക്കുഴ പ്രശ്നം വരാം, പുനലൂര് പ്രശ്നം വരാം, തിരുവല്ല ഈ പ്രശ്നം വരാം, അടയാറിൽ പ്രശ്നം വരാം, ദേവലോകത്ത് പ്രശ്നം ഉണ്ടാകാം, വത്തിക്കാനിലും അന്ത്യോക്യയിലും ഒക്കെ പ്രശ്നം വരാം. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെയുള്ളപ്പോഴും അനേകരിന്നും സുവിശേഷം അറിയിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഇത് അവരാരും വിളിച്ചതല്ല, ദൈവം വിളിച്ചതാ. ദൈവം വിളിച്ചവൻ മരണം വരെ വേല ചെയ്യും. ദൈവം വിളിച്ചവൻ ആമേൻ ആയുസ് തീരുന്നത് വരെ കർത്താവിന്റെ വേല ചെയ്യും.
അപ്പോൾ ഈ സുവിശേഷം എങ്ങനെ അറിയിക്കണം? ഒന്ന്, ദൈവം വിളിച്ചതാന്നുള്ള ബോധ്യം വേണം. രണ്ട്, ഇത് സുവിശേഷം അറിയിക്കുമ്പോഴേ അഭിമാനത്തോടെ പറയണം. ചുമ്മാ ചളക്കാ പുളുക്കാന്നൊന്നും പറയരുത്. എൻ്റെ ഭാഷ എനിക്ക് വലിയ ചാണ്ടേടൊന്നുമില്ല കേട്ടോ. ഇത് അഭിമാനത്തോടെ പറയണം സുവിശേഷം. വായിച്ചേ, റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിച്ചു. റോമാലേഖനം 15:21. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കും അടുത്തത് എന്ന് എഴുതിയിരിക്കുന്നത് പോലെ അത്രേ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്നത്. കണ്ടോ, സുവിശേഷം അറിയിക്കാൻ അഭിമാനിക്കുന്നു. ഇത് അഭിമാനമാ, അഭിമാനം. ഞങ്ങള് പല സ്ഥലങ്ങളിലൊക്കെ പോകുന്നതാണ്. കൃപ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ എന്നാ ബഹുമാനമാണ്. ഞാനാന്നേ 10ാം ക്ലാസ് പോലും ജയിച്ചിട്ടില്ല. പക്ഷെ എൻ്റെ കൂടെ ഒരിക്കൽ ഒരു വലിയ ഡോക്ടർ വന്നു. ഡോക്ടറെ അവിടെ നിർത്തിവെച്ച് എന്നെ അകത്തോട്ട് കൊണ്ടുപോകും. ഞാൻ പിന്നെ പറഞ്ഞു അത് ഡോക്ടറാണ്. അതിനാ ഹോന്ന് വെച്ച് അവിടെ 5 ഡോക്ടർ ഭരിക്കാതിരിക്കുന്നു. 2 പിള്ളേരും അവരുടെ ഭാര്യമാരും ഡോക്ടർമാരും. അപ്പം അവർക്ക് ഇതൊന്നും വലിയ വിഷയം മനസ്സിലാകുന്നു. സ്തോത്രം. പക്ഷേ 10ാം ക്ലാസ് പോലും ജയിക്കാത്ത എന്നെ, വലിയ സ്റ്റാൻഡേർഡ് ഒന്നുമില്ലാത്ത എന്നെ, ഇവരെല്ലാം നല്ല സ്റ്റാൻഡേർഡാണ് ഇരിക്കുന്നുണ്ട്. ഇല്ല, ദൈവത്തിന് മഹത്വം. എന്താ കാര്യം? ഇത് അഭിമാനമുള്ളതാണ്. സുവിശേഷം, സുവിശേഷം. അപ്പൊ ഈ സുവിശേഷം അറിയിക്കുന്നവരെ അഭിമാനത്തോടെ പറയണം. ചുമ്മാ ചത്തേ ചതഞ്ഞെന്നും പറഞ്ഞൊന്നും വല്ല പറയേണ്ടത്. അത് ആരോടും പറയണം. അവസരം കിട്ടിയാൽ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, നാളെ അറിയാം, അല്ല ഇന്ന് വരെ മുഖ്യമന്ത്രിയാ, അല്ല അനേകമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ സുവിശേഷം അറിയിക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി അവർകൾ അദ്ദേഹമായിട്ട് സംസാരിക്കാൻ ഒരവസരം കിട്ടിയാൽ അദ്ദേഹത്തോട് ഇത് പറയണം. അത് അഭിമാനത്തോടെ പറയണം. ട്രംപിനെ എങ്ങാനും കയ്യിൽ കിട്ടിയ തല്ലിക്കൊല്ലാനല്ല, അവസരം കിട്ടിയാൽ ട്രംപ് പുള്ളിയോട് ഇത് പറയണം, ഇസ്രയേൽക്കാരോടും ഇത് പറയണം, പാകിസ്ഥാൻകാരെ കിട്ടിയാലും പറയണം, എല്ലാവരോടും അറിയിക്കണം. എന്തുവാ? അഭിമാനത്തോടെ പറയണം. അല്ലാതെ ആൾക്കാരെ കാണുമ്പോൾ നീ ചൂളരുത്. ചെല്ലു പറഞ്ഞ പാസ്റ്ററെ പുള്ളിയോട് അങ്ങനെ അധികം ഒന്നും പറയരുത്, ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റാണ്. കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റാണ്, അയാളോടും പറഞ്ഞത്. ഏത് ഉന്നതനോടും പറയാൻ കൊള്ളാവുന്നതാ സുവിശേഷം. ആട്ടെ, ഞാൻ അധികം വിവരിക്കുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, സുവിശേഷം എങ്ങനെ? ഒന്ന്, ദൈവം വിളിച്ചതാന്നുള്ള ബോധ്യം. 2, അഭിമാനത്തോടെ പറയണം. പിന്നെ പറയുന്നതിന് വിധമുണ്ട്. എങ്ങനെയും പറഞ്ഞാൽ പോരാ. വായിച്ചേ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം വായിച്ചു. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. നോക്കി, ഇങ്ങോട്ട് നോക്ക്, ഒന്ന് ശ്രദ്ധിക്കണേ. പൗലോസ് പറയാ, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. കുറെ വാക്യം മാത്രം പറയല്ല കേട്ടോ, അങ്ങനെ പറയുന്നവരുണ്ട്. ഒരനക്കവും ഇല്ല, ഭാവഭേദവും ഇല്ല. ഇന്നത്തെ നമ്മളുടെ ചിന്താ വിഷയം, രക്ഷ നഷ്ടപ്പെടുമോ നഷ്ടപ്പെടുകയില്ലയോ, അല്ലെങ്കിൽ എന്താണ് സ്നാനം, എന്തല്ല സ്നാനം, ആര് സ്നാനപ്പെടണം, ആര് സ്നാനപ്പെടരുത്, സ്നാനപ്പെട്ടാലുള്ള നേട്ടം, സ്നാനപ്പെട്ടില്ലെങ്കിലുള്ള കോട്ടം. ഒരനക്കവും ഇല്ല, ആവിയില്ല, ഇങ്ങനെ നിൽക്കുക. പക്ഷെ നന്നായിട്ട് പറയും കേട്ടോ. ഒരു വാക്യം എടുത്ത് 7ആയിട്ട് കീറി അതിനെ പിന്നെ ഒന്നുകൂടെ കീറി അതിനെ വീണ്ടും 2ആയിട്ട് പകുത്തതിൽ നിന്നൊന്നെടുത്ത് 4 പോയിന്റ്. എന്തോ ജ്ഞാനമാ, ഭയങ്കര ജ്ഞാനമാ. നന്നായിട്ട് വാക്യവും അറിയാം. അത് നല്ല അടുക്കടുക്കായിട്ട് പറയും, കേട്ടിരിക്കും.
അപ്പൊ പൗലോസ് പറയാ ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം പറയല്ല, ആ ഇട്ടുകൊണ്ട് പോകുന്ന ഡ്രസ്സിന് ഒരോടവാകട്ടെ, ഒന്ന് വിയർക്കാകട്ടെ, ഒന്നുമില്ല. ഇങ്ങനെ നന്നായിട്ട് പറയും. ഇവിടെ പൗലോസ് പറയുകയാ ഞങ്ങളുടെ സുവിശേഷം വായിച്ചേ, ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല കുറെ വാക്യം മാത്രം പറയല്ല, പിന്നെ എങ്ങനാ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ഇങ്ങനെ പറയേണ്ടത്. ഇതിനകത്ത് ശക്തി വേണം, പരിശുദ്ധാത്മാവ് വേണം, നിശ്ചയവും വേണം. ചിലർക്ക് നല്ല നിശ്ചയമാ, ശക്തിയില്ല. ഭയങ്കര നിശ്ചയമാണ്, ശക്തിയില്ല. നമ്മുടെ ഇടയിലാണ് ഭയങ്കര ശക്തിയാ, നിശ്ചയവും ഇല്ല. രണ്ട് കൂട്ടരും കടന്ന് കുഴയുക. ഒരുത്തരും നിശ്ചയമുള്ളവൻ ശക്തിയില്ല, മറ്റവന് ശക്തിയുണ്ട്. ഞാൻ പറയുന്നത് അച്ചാന് പിടി കിട്ടുന്നില്ലേ? ഇല്ലേ? ദൈവത്തിന് മഹത്വം. എന്റെ പ്രിയരെ, സുവിശേഷം പറയുന്നതേ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. അങ്ങനെ ഇത് പറയണ്ട. അല്ല, ഇടയ്ക്കൊരു കാര്യം കൂടെ കയറി പറയാ. ഈ ദൈവദാസന്മാർ അല്ലെങ്കിൽ സഹോദരിമാർ, പരസ്യോധനൊക്കെ പറയുന്നവരുണ്ട്, കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന സഹോദരിമാരും ഒക്കെ ഉണ്ട്. ഞാൻ അഭിനന്ദിക്കുന്നു. അതെ, ഈ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും ഇങ്ങനെ പറയുമ്പം നിങ്ങളെങ്ങനെയാ കേൾക്കണ്ടേ? വാക്യം വായിച്ച സഹോദരിയുടെ പേരിന് എങ്ങനെയാ ലീനയെ കേൾക്കണ്ടേ? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ സുവിശേഷം പറയുമ്പോൾ എങ്ങനെ കേൾക്കണം? വായിച്ച 6-ാം വാക്യം, ഇപ്പം വായിച്ച അധ്യായത്തിന്റെ 6-ാം വാക്യം. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. അങ്ങനെ ഇത് കേൾക്കേണ്ടത്. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. അങ്ങനെ കൈക്കൊള്ളണം കേട്ടോ. ആ നോട്ടോ ഇരിപ്പം കണ്ടാൽ നമ്മൾ കൊണ്ടുവന്ന പോയിന്റ് കൂടെ മറക്കുക. ചിലതിൻ്റെ ആ തൂങ്ങിച്ചത്ത പോലെ ഇരിപ്പ് കണ്ടാൽ അവർക്കും തൂങ്ങിക്കിടക്കുകയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിനൊക്കെ ചത്തിട്ടില്ലെന്ന്. ഇവിടെ പിന്നെ അടിവരെല്ലാം ആസ്വദിച്ചും അഭിനന്ദിക്കുന്നു കേട്ടോ. ചില സദസ്സിൽ ചെന്ന പാസ്റ്റർമാരാണ് സ്വോത്രവും പറയുകയില്ല, സന്തോഷവും. എന്തിനാണോ ഇവനെല്ലാം കയറി ഇങ്ങനെ ഇരിക്കുന്നത്? കമ്പിയെ മുണ്ടിയിരിക്കും പോലെ നിരന്ന് നിങ്ങളെയൊക്കെ അഭിനന്ദിക്കുന്നു. സന്തോഷമുണ്ട്, സന്തോഷമുണ്ട്. ദൈവം അടി അപ്പച്ചനുമൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നു. ദൈവം എത്ര വേണ്ട? 75 ഉണ്ടോ? രണ്ടും കട്ട ഇരിക്കുക. 83 അതിൽ ഇന്ന് രണ്ടുപേരും വന്നല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ, രണ്ടുപേരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷമുണ്ട്. ചില ഇടങ്ങളിൽ ചെന്ന സ്റ്റേജിൽ ഇങ്ങനെ നിരന്നിരിക്കുക. യോമാരൊരെണ്ണം കൈയടിക്കുകയില്ല, സ്വോത്രം പറയുകയില്ല, അനങ്ങുകയില്ല. എല്ലാം സെക്രട്ടറി, പ്രസിഡന്റ്, ഖജാൻജി, മറ്റവൻ, കുന്തം, കോടാലി, ഇവനെല്ലാം ഇറക്കി വിടണം. ഇങ്ങനെയുള്ളവരെ ഇരുത്തണം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയാ പറയാന്നെ. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഐമേനിയെന്നോ തിരുമേനിയെന്നോ സെക്രട്ടറിയെന്നോ പ്രസിഡന്റെന്നോ ഓവർസിയറെന്നോ സൂപ്രണ്ടെന്നോ ഒന്നുമില്ല. ബാലന്മാരും വൃദ്ധന്മാരും യുവതികളും യുവാക്കന്മാരും സകലരും ദൈവത്തെ മഹത്വപ്പെടുത്തണം. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവകന്മാരും. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ. ഓ താപ്പുകൾ കിന്നരം കൈ തളമേളത്താൽ താപ്പുകൾ കിന്നരം. ഓ മാറ്റിടട്ടെ മകത്വമേ മകത്വമേ മകത്വം തൻ. ഓ മകത്വമേ മകത്വമേ മകത്വം തൻ. ഓ മകത്വത്തിനും യോഗ്യനല്ല. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താൻ നിങ്ങളെ ബഹുമാനിക്കുന്നു കേട്ടോ. സന്തോഷം. ചില ഇടങ്ങളിൽ ചെന്നാൽ ചിലർ വെറുതെ വന്നിരിക്കുക. എന്തിനാണോ ഇങ്ങനെ വന്നിരിക്കുന്നത്? ദൈവത്തിന് മഹത്വം.
അപ്പൊ ഈ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹിനിശ്ചയത്തോടും ദൈവത്തിന്റെ ദാസന്മാർ ഈ വചനം പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ കൈക്കൊള്ളണം. ബഹു കഷ്ടമൊക്കെ ഉണ്ട് നമുക്കെല്ലാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിലൊക്കെ ഭാരപ്പെടുന്നവരാ. രോഗപീഠയുള്ളവരുണ്ട്, കുടുംബത്തിൽ പ്രശ്നമുള്ളവർ കാണും, കുഞ്ഞുങ്ങളുടെ വിഷയമോർത്ത് ഞരങ്ങുന്നവർ കാണും, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ കാണും, സാലറി കിട്ടാതെ കുഞ്ഞുങ്ങൾ വലയുന്നുണ്ട്. ഇപ്പൊ യുദ്ധശ്രുതികളും ഒക്കെ നടക്കുക. തീ തിന്നാ പലരും ഇരിക്കുന്നത്. ഇവിടെയും മാതാപിതാക്കളൊക്കെ വളരെ പ്രയാസത്തോടാണ്. കടഭാരമുള്ളവരുണ്ട്, വാടക കൊടുക്കാൻ നിർവാഹമില്ലാത്തതുണ്ട്, വാടകയ്ക്ക് വീട് കിട്ടാതെ ഞരങ്ങുന്നവരുണ്ട്. അങ്ങനെ ഏതെല്ലാം വിഷയത്തിൽ. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ പ്രിയരെ, ദൈവസന്നിധി വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് മാറ്റി വെച്ചേച്ച് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോട് ഈ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളണം. കാരണം ഇത് ദൈവത്തിന്റെ വചനമാ, കാവാലത്തിന്റെ വചനമല്ല, ജിജോ പാഷയുടെ വചനമല്ല, ഇവിടെ ഇരിക്കുന്ന കർത്തൃദാസന്മാരുടെ വചനമല്ല. ഇത് ദൈവത്തിന്റെ വചനമാ. ദൈവത്തിന്റെ വചനം ഇരുവാഴ്ചകളുള്ള ഏത് വാണിനേക്കാൾ മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിമറ്റകള് വേറെ വിട്ടുവയ്ക്കും വരെ തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനം. ഈ വചനം നമ്മുടെ അണ്ണാക്കിന് മധുരമാ. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാ. ഇത് ഉലയിലേക്ക് ശുദ്ധി ചെയ്ത വചനമാ. ഇത് കാലിന് ദീപമാ. ഇത് പാടയ്ക്ക് പ്രകാശമാ. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനം. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും. എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കും. വചനം തീ പോലെ പാറകൾ തകർക്കുന്ന ചുറ്റികയാ. ഇന്ന് രാത്രി തകർക്കേണ്ടതിനെ തകർക്കും, പണിയേണ്ടതിനെ പണിയും, പൊളിക്കേണ്ടതിനെ പൊളിക്കും, ഉയർത്തേണ്ടതിനെ ഉയർത്തും. അനുഭവിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി വചനത്തിന്റെ ശക്തി ദേശത്തിന്റെ കെട്ടുകൾ അരികട്ടെ, ദേശത്തിന്റെ പോരുകൾ അരികട്ടെ. വടക്കിനോട് തരികാന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് അറിയിക്കുക. ഭൂടമാന ജലതല പടബല ബദലുപിടിവി. നിൻമുഖ ഗാന്ധിയൻ മ്ലാനത നീകും, നിൻമുഖ ഗാന്ധിയൻ മ്ലാനത നീകും, നിന്മധുരാമൃത വചനം കിന്നതയാകവേ. ചേർന്ന് പാടും. നിന്മധുരാമൃത വചനം കിന്നത അകവേ പോകും, മഹിമയേഴും വരം. കാർമുകിൽ ഭീകരം ആയി വരുന്നേരം, കാർമുകിൽ ഭീകരം ആയി വരും, കാൺമ തോന്നിയ മത്തില്ല ആയതിൽ വീരുമൻ. കാൺമ തോന്നിയ മത്തിൽ ഇല്ല ആയതിൽ വീരുമൻ. ഓ മഹിമയേഴും വരം മഹിമം യേശു മകേ മഹിമയേഴും. ഗോറി ക്രൂശിലെ രക്തമൻ ജീവനാധാരം, ക്രൂശിലെ രക്തമൻ ജീവനാധാരം. നാശലോകം വെട്ടിഞ്ഞോടാ ആശയോടേശുവേ. നാശലോകം വെട്ടിഞ്ഞോടാ ആശയോടേശുവേ. ഓ മഹിമയേഴും വരവേ മഹിമം യേശു മകേ മഹിമയേഴും. ഗോറി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത. അടെ ഓടിച്ചു പോവുകയാ. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സകല സൃഷ്ടികളും സകല ജാതികളും കേൾക്കണം. സ്തോത്രം. എങ്ങനെയാ പറയേണ്ടത്? അഭിമാനത്തോടെ പറയണം. ദൈവം വിളിച്ചു താങ്ങുള്ള ദ്വേഷം ഉണ്ടായിരിക്കണം. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ പറയണം.
അടുത്ത പോയിന്റ്, ഇങ്ങനൊക്കെ പറയുമ്പോൾ എങ്ങനെ കേൾക്കണം? അതാ ഇപ്പം വായിച്ചത്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ കേൾക്കണം. ഇടയ്ക്ക് കയറി ഒരു കാര്യം പറയാം. പറയുന്നവരെങ്ങനെ ആയിരിക്കണം? ഉണ്ട്, ദീർഘവർഷങ്ങളായിട്ട് പറയുന്ന ആൾക്കാരുണ്ട്, നല്ല കാര്യം. എല്ലാ കവലയിലും നിന്ന് പറയുന്ന ആൾക്കാർ ഉണ്ട്, നല്ല കാര്യം. ഞങ്ങളുടെ ഒരു കൊച്ചമ്മ പറമ്പിൽ രാവിലെ ഒരു പൊത്ത കൊടുത്ത് കക്ഷത്ത് വെച്ച് കളസം ഇട്ടുകൊണ്ടിറങ്ങുന്നവരുണ്ട്, നല്ല കാര്യം. ഇങ്ങനെയൊക്കെ പറയുന്നവരെങ്ങനെ ആയിരിക്കണം? അതിപ്പോൾ ഇഷ്ടപ്പെടുകയല്ല, എന്നാലും പറയാതിരിക്കാൻ ഒക്കത്തില്ല. വായിച്ചേ ലീനായി, വായി. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 12. എന്നാ മൈകിട്ട് ഉരയ്ക്കുന്ന വാക്യം വായിക്കാം. നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ. ഏതാ വായിക്കുന്നത്? ലീന 9:12 വായിക്കാം. മറ്റുള്ളവർക്ക്, അല്ല, ആ കക്ഷികൾ ഇതിനകത്ത് കാണും കേട്ടോ, നമുക്ക് എന്ന് വേണ്ട. മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരം ഉണ്ടെങ്കിൽ ഓടിച്ചു വായിച്ചു. ഞങ്ങൾക്ക് എത്ര അധികം, എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിപ്പാൻ സകലവും പൊറുക്കുന്നു. അപ്പൊ സുവിശേഷം പറയുന്നവരെല്ലാം പൊറുക്കുന്നവരായിരിക്കണം. സുവിശേഷം പറയുന്നവരെ രാവിലെ ഇറങ്ങുമല്ലോ, ലഘുലേഖയൊക്കെ ആയിട്ടില്ലേ, വേറെ പുസ്തകമൊക്കെ ആയിട്ട് രാവിലെ ഇറങ്ങുന്നവരുണ്ട്. ഒരാളെന്നോട് പറഞ്ഞ് 7 മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു. നല്ല കാര്യം. 7 മണിക്ക് ഇറങ്ങും. കയ്യിലിരിക്കുന്നത് തമ്പിയുടെ ഹൃദയം. സ്വന്തം അനിയനുമായിട്ട് മിണ്ടുകയില്ല, സ്വന്തം അനിയനോട് മിണ്ടുകയില്ല. കയ്യിലിരിക്കുന്നത് തമ്പിയുടെ ഹൃദയം. എന്നെ മിണ്ടാത്ത അതിര് തർക്കം. അവൻ IPC, ഇവൻ ചർച്ചയൊക്കെ കൂടി, രണ്ടുപേരും പോകാൻ ഇരിക്കുക. എങ്ങോട്ട്? രണ്ടു കൂട്ടരും പോവുക, അതിര് തർക്കം. സന്ധ്യയാകുമ്പോൾ ഇവൻ പാട്ട് പാടുക, എൻ്റെ ദേശം ഇവിടെയല്ല. ഉടനെ അപ്പുറം ഇരുന്ന് അവൻ തമ്പേരടിച്ചു, നാടില്ല നമുക്ക് ഈ ഉലകിൽ. അവൻ കയിപ്പിച്ച, ഇവന് ലോപിച്ച. എന്നെ സൂക്ഷിച്ചു. ഉള്ള കാര്യമാണ്, ഉള്ള കാര്യം. ഈ ഏരിയയിലും കാണും ഇങ്ങനത്തെ വിദ്വാന്മാർ. പാസ്റ്റർ പറയുമൊന്നും വേണ്ട ആരാന്ന്, ഇരുന്ന് പൊറുക്കണ്ടായോ? ഇവിടെ സുവിശേഷം അറിയിക്കുന്നവൻ സുവിശേഷത്തിന് വിഘ്നം വരുത്താതിരിക്കേണ്ടതിന് സകലതും പൊറുക്കണം. നിന്റെ സഹോദരനോട് നീ ക്ഷമിക്കണം. മാതാപിതാക്കൾ എന്തെങ്കിലും അപാകത വന്നിട്ട് ക്ഷമിക്കണം. മക്കൾ എന്തെങ്കിലും അപാകത വന്നിട്ട് ക്ഷമിക്കണം. ഭാര്യയോട്, ഭർത്താവിനോട്, സഹോദരങ്ങളോട്, അയലത്തുകാരോട്, ബന്ധുമിത്രാദികളോട്, അല്ല സഭയിൽപ്പെട്ടവരോടൊക്കെ ക്ഷമിക്കണമെന്ന്, പൊറുക്കണം. ഇത് തമ്മിൽ മിണ്ടുകയില്ല, കയ്യും കൊടുക്കുകയില്ല, സഹകരിക്കത്തുമില്ല. എന്നിട്ട് രാവിലെ ഇറങ്ങും. എന്നെ എല്ലാവരും എടുക്കപ്പെട്ടോ, അനക്കമൊന്നുമില്ല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പൊറുക്കണേ, ക്ഷമിക്കണേ. തെറ്റ് ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കും. നീ പുസ്തകം എടുത്തുകൊണ്ട് നടക്കുന്നയാളാ, നീ ക്ഷമിക്കണം. നമ്മളാ ക്ഷമിക്കണ്ടേ? മാതൃക യേശു. വിവരിക്കുന്നില്ല, അറിയാം. എന്ത് ഞാനെന്തിനാ ഇതൊക്കെ എല്ലാം പഠിച്ചു വെച്ച് വന്നിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് കീർവാണം പറയും. ഉണ്ണുണ്ണി സാറ് ഞങ്ങളുടെ വീട്ടിൽ വന്നതാണ്, എന്നിട്ട് നിനക്ക് പൊറുക്കാൻ മനസ്സില്ലല്ലോ. കുക്ക് സാഹിബിനെ കണ്ടിട്ടുണ്ട്. എന്നോട് ഒരാൾ, ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട്. പാരമ്പര്യം, നല്ല കാര്യം. നേരത്തെ ഇറങ്ങിയല്ലോ, വലിയ കാര്യം. പക്ഷെ പൊറുക്കാനൊരു മനസ്സുണ്ടോ? ക്ഷമിക്കാനേ, അതുകൂടെ വേണം കേട്ടോ. ഇതറിയിക്കുന്നവരെ ക്ഷമിക്കണം.
അവിടെ വിവരിക്കുന്നില്ല, മുഖമൊക്കെ വല്ലാതാകുന്നു. ചിലക്കിപ്പം എഴുന്നേറ്റ് പോയാൽ കൊള്ളാമെന്നോട്ട്. പിന്നെ ഇരിക്കുന്നതിനാന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞെന്ന് ബോധമില്ലാത്തവനാണ് വരുന്നത്, ദൈവത്തെ ഓർത്ത് എഴുതേക്കരുത്, അയാൾക്ക് അയാളെ ഇടവും വല്ലതും ഒന്നും നോക്കിയാൽ വിളിച്ച് വല്ലതും പറയാൻ നാണക്കേട്, അതുകൊണ്ട് ഒന്നും മിണ്ടിയേക്കരുത്. അതുകൊണ്ട് മമ്മി ഇരിക്കുക, എനിക്കറിയാം ഇരിപ്പ് കാണുമ്പോൾ. ക്ഷമിക്കണേ. ക്ഷമിക്കാൻ മനസ്സില്ലാത്തവരുണ്ടെങ്കിൽ ഇന്ന് രാത്രി ക്ഷമയോടെ വേണം തിരിച്ചു പോകാൻ. നിരപ്പ് പ്രാപിക്കണേ, കൈ കൊടുക്കണേ, മിണ്ടണേ, സ്നേഹിക്കണേ. ദൈവ സ്നേഹമാ. കാണുന്ന സഹോദരനെ സ്നേഹിക്കാത്ത ആരാ കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്നേ? വിശ്വാസി ഉപദേശിയോടും ഉടക്കുണ്ടാക്കരുത്, ഉപദേശിച്ച് വിശ്വാസിയോടും ഉടക്കുണ്ടാക്കരുത്, തമ്മിത്തല്ലുണ്ടാക്കരുത്, ചിത്രിപ്പുണ്ടാക്കരുത്, ഗ്രൂപ്പിസം കളിക്കരുതെന്ന്. ആട്ടെ, വിവരിക്കുന്നില്ല. 22 വായിച്ചോ ലീന, ആ അധ്യായം തന്നെ. ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. ഈ ഒരു മനസ്സുണ്ടായിരിക്കണം. സുവിശേഷ നിമിത്തം ഞാൻ സകലതും. ഈ യോഗം കഴിയുമ്പം ആ കസാര ഒന്ന് അടുക്കി വെക്കാൻ സുവിശേഷ നിമിത്തമാണ്. ഭക്ഷണത്തിന് ഇരിക്കുമ്പം പ്രായമുള്ളവർ വരുമ്പോൾ എഴുന്നേറ്റ് കൊടുത്ത് അവരെ ഒന്ന് ഇരിക്കാൻ, അല്ലെ നടക്കാൻ മേലാത്ത അന്നേ ഭക്ഷണം എടുത്ത് കൊടുക്കാൻ. ഇതൊക്കെ ചെയ്യണം. ഇത് കളവനെ തട്ടിയിട്ടാ പോയി കഴിയുന്നു. ഞാൻ ഞങ്ങളുടെ സഭയെ പറയും, പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരെ അവിടെ ഇരുത്തണം, ചുമ്മാ ലൈനിൽ നിർത്തിക്കരുത്. ചോദിക്കണം, അപ്പച്ചൻ എന്തുവാ ഇഷ്ടം, ഇന്നതാ അവിടെ ഉള്ളത്, എന്ത് വേണം? അപ്പം പറയും, അവിടെ ഇരുന്ന് കൊണ്ടുതരാം. കൊണ്ട് കൊടുക്കണം, വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കണം, കൈ കഴുകാനും കുടിക്കാനും ഒക്കെ. അല്ല ചുമ്മാ പൂണൻ്റെ തീറ്റിൽ നിന്നങ്ങ് പോകരുത്. ഉള്ള കാര്യമായി പറയുന്നത്. അയ്യോ, കല്യാണത്തിനൊക്കെ ഇതിൻ്റെ എല്ലാം ആർത്തി പണ്ടാരം ഇടിച്ച് കയറുന്ന കാണണം. പ്രായമുള്ളവരെയൊക്കെ ഒന്ന് ബഹുമാനിക്കണേ. എനിക്കിതൊക്കെ പറയാൻ നല്ല പ്രാഗൽഭ്യമുണ്ട്. അതാണ്ട് ഞങ്ങളുടെ സഭയിൽ ചോദിച്ചു നോക്കും, ഞാൻ എങ്ങനെയാണ് എല്ലാ ആഴ്ചയിലും എല്ലാവർക്കും ഭക്ഷണമുണ്ട്, ഞാനവിടെ കൂടി എല്ലാവർക്കും വിളമ്പയും കൊടുക്കും, ഉണ്ടാക്കാനും ഒക്കെ കൂടും. അത്യാവശ്യം കഞ്ഞിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം. നിങ്ങളെപ്പോലൊന്നും വലിയ മിസ്സിസ് കെ മാത്യു ഒന്നും അല്ല. എന്നാ മാമ പറഞ്ഞു? ഏതാണ്ട് പറഞ്ഞു, അവിടെ ഇരുന്ന് എന്തോ ഗുരുക്കൊപ്പിച്ചു. ദൈവത്തിന് മഹത്വം. വിളമ്പിയും കൊടുക്കും. എല്ലാ സൺഡേയിലും വരുന്നവർക്ക് ഭക്ഷണമുണ്ട്. കൃപയാൽ, കൃപ ഇന്നും ഉണ്ടായിരുന്നു. എല്ലാവരും കഴിച്ചെന്ന് ഉറപ്പ് വരുത്തിയേച്ചേ ഞാൻ കഴിക്കുകയുള്ളൂ. എല്ലാവരും അങ്ങനെ ആകണമെന്നൊന്നും ഞാൻ പറയല്ല, എൻ്റെ സാക്ഷ്യമാണ്. ചില മാസന്മാരുണ്ട്, അവരുടെ വീതവും മേടിച്ചുകൊണ്ട് നേരെ പോയിരുന്ന് അങ്ങ് വിശ്വാസിച്ച് കഴിച്ചോ കുടിച്ചോ ഒന്നും വിഷയമല്ല. സ്വോത്രകാഴ്ച മേടിക്കും. ചില കൺവെൻഷനൊക്കെ ചെന്ന് പഠിച്ചു നിൽക്കുന്നവനൊക്കെ ഇന്ന് വിരിക്കുക. ഇവിടെ പിന്നെ സ്വോത്രകാഴ്ച ഇല്ലായിരുന്നല്ലേ, എടുത്തോ ഉണ്ടായിരുന്നു. നേരത്തെ എടുത്തെല്ലാം വെച്ചിരിക്കുക. എന്നാ അത് എൻ്റെ കൊണ്ട് കിട്ടുമോ? ഒന്ന് പിടിച്ചോ. ഞാനോടത്തില്ലായിരിക്കും. അല്ല, ചെറുക്ക് മേടിക്കാൻ അറിയാം, കൊടുക്കാൻ. കൺവെൻഷൻ കഴിഞ്ഞ ഒരു വെള്ളം പോലും കൊടുക്കുകയല്ലേ യുവമാര്. എടാ, കുറഞ്ഞ പക്ഷം ഒരു കാപ്പിയും 3 അല്ല 4 ദിവസം 5 ദിവസം അങ്ങ് പിരിക്കുകയല്ലേ. വലിയ വിലയിൽ നിന്ന് 2 സ്വോത്ര കാഴ്ചയാണ് അങ്ങ് പിരിക്കുക. മേടിക്കാൻ മാത്രം പഠിച്ചാൽ പോരാ, കൊടുക്കാനും കൂടെ അതൊക്കെ പഠിക്കണം. എല്ലാവരും സ്തോത്രം. സ്വോത്രം കഴിച്ചെടുക്കാൻ തോക്കുമായിട്ട് ഓടുന്നത് പോലല്ലേ ഓടുന്നേ. ആട്ടെ, ഞാൻ വിവരിക്കുന്നില്ല. സുവിശേഷ നിമിത്തം എല്ലാം ചെയ്യുക, ദൈവത്തിന് മഹത്വം. ആ വിഷയം വിടുക. അപ്പം എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? ശിവഭാഷ സമയമായി നോക്കുന്നു.
8:50 എപ്പോഴാണ് നിർത്തണ്ടേ? ആണോ? നല്ല ആൻസർ. അങ്ങനെ ആണെങ്കിൽ മിക്കവാറും 12 മണി വരെ പോകും. പിന്നെ വിഷയം പോയിന്റ് കിടക്കുക. ഞാൻ പെട്ടെന്ന് നിർത്താം. ആ നല്ല മനസ്സിന് നന്ദി. അപ്പൊ ശ്രദ്ധിച്ചേ, ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ രണ്ടുകൂടി ഇരുന്നോണം ഞങ്ങൾ പോവാന്നായിരിക്കും. നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ല, ഇങ്ങനെ ഇരുന്നാൽ മതി എന്നപ്പോൾ പുള്ളിക്ക് അങ്ങനെ ഇരുന്നാൽ മതി, എനിക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഞങ്ങൾ പോകാമെന്ന് അവർ ചിലപ്പം പറയുമായിരിക്കും. പറഞ്ഞില്ലെങ്കിൽ ഹൃദയത്തിലെങ്കിലും ചിലരുടെ ചിന്ത വന്ന് കാണും. പിന്നെ ഇതൊക്കെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാവും. അപ്പൊ എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനെ രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? സർവ്വസൃഷ്ടികൾ, സർവ്വജാതികൾ. എങ്ങനെയാ ഇത് പറയേണ്ടത്? ദൈവം വിളിച്ചെന്നും അത് അഭിമാനത്തോടൊക്കെ ഇത് പറയുന്നത്, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ കേൾക്കണം? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ഇത് കേൾക്കണം. മാത്രമല്ല ഈ പറയുന്നവരെങ്ങനെ ആയിരിക്കണം? എല്ലാം പൊറുക്കണം, എല്ലാം ചെയ്യണം. അടുത്ത പോയിന്റ്, ഇങ്ങനൊക്കെ പറയുന്ന ഈ സുവിശേഷത്തിന്റെ വിശേഷത എന്താ? ഇതിന് വിശേഷതയുണ്ട്. സുവിശേഷത്തിന് ഒത്തിരി വിശേഷത. ഞാൻ ധാരാളം കാര്യങ്ങൾ ഇതിനകത്ത് കുറിച്ച് വെച്ചിട്ടുണ്ട്. സുവിശേഷത്തിന്റെ വിശേഷത 22 പോയിന്റ്. 22 പോയിന്റ് എൻ്റെ പഠനത്തിലാണ്. വേറെ നിങ്ങൾ ചിന്തിച്ചാൽ ഇനിയും കാണും. ഞാനൊരു 22. അതല്ല ഈ വേറെ പുസ്തകം നോക്കി എടുത്തിയതാണ് കേട്ടോ. ചെല്ലു പറയാ ഗൂഗിളിനകത്ത് കയറുക. എനിക്കത് കയറാനും അറിയാൻ മേല, അഥവാ കയറിയാൽ ഇറങ്ങി വരാനും അറിയാം. അതുകൊണ്ട് ഞാൻ കയറാറ്. കയറുന്നവർ കയറട്ടെ, എപ്പോഴേലും ഇറങ്ങി വരട്ടെ. ഞാൻ കൂടെ കയറുന്നത് വേദപുസ്തകം എടുത്തിങ്ങനെ. എനിക്ക് ഭാഷയൊന്നും വശമില്ല. പിന്നെ മലയാള ഭാഷ എല്ലാ വശവും അറിയത്തില്ലെങ്കിൽ ഏറെ കുറെ അറിയാം. അതുകൊണ്ട് ഇതിങ്ങനെ നോക്കി വായിക്കും. വേറൊന്നും അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ ഇതിനകത്തൂടെ ഒന്ന് ധ്യാനിച്ച് പഠിച്ചപ്പോൾ 22 പോയിന്റ് സുവിശേഷത്തിന്റെ വിശേഷത. ഇപ്പൊ നിങ്ങൾ നമ്മൾ രണ്ടുമല്ല, ഇവര് പലരും ചിന്തിക്കുക താൻ 22 പറഞ്ഞു വെച്ചാൽ ഇവിടെ നിന്ന് രാത്രി ഞങ്ങളെ വിടുവോളോന്നായിരിക്കും. ഓ ഇല്ലില്ല, ഇരിപ്പ് കണ്ടിട്ട് 5 പോലും പറയാൻ തോന്നുന്നില്ല. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? അയ്യോ, സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്. അത് വിശദീകരിക്കാതെ ദൈവദാസനെ പേരെന്തുവാ? സാബുരാജ്. ലീന, നിങ്ങൾ രണ്ടും മാറി, നിങ്ങളുടെ കയ്യിൽ ആ മായിക്കും. അതുകൊണ്ടാണ് വേറെ വായിക്കുന്ന മൂച്ചുള്ള പെണ്ണുങ്ങളുണ്ട്, അവരും പമ്മിയിരിക്കുക. നിങ്ങൾക്ക് മായിക്കുള്ളത് കൊണ്ടാണ് അവരിങ്ങനെ അടങ്ങിയിരിക്കുക. അപ്പം നിങ്ങൾ രണ്ടും ചാടിയാടാന്ന് വായിക്കണം, കമ്പിവാചകം പോലെ. എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. റോമാലേഖനം 1:16 പെട്ടെന്ന് വായിച്ചോ. അറിവുള്ള വാക്യമാണ്. റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. എല്ലാവർക്കും അറിവുള്ള വാക്യമാണ്. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. പിന്നെ വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാ. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, സുവിശേഷത്തിന്റെ വിശേഷത ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. അയ്യോ, നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ രക്ഷിക്കും, നിന്റെ അയലത്തുകാരനെ രക്ഷിക്കും, ദേശത്തെ രക്ഷിക്കും, സകലരെയും രക്ഷിക്കും. രക്ഷപ്പെടാൻ ഒറ്റ വഴി, ഒറ്റ വാതിൽ, ഒറ്റ മാർഗം. അത് സത്യ സുവിശേഷം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീൻ. മഹത്വരാജനായി നിന്നിലേക്ക് എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീൻ. മഹത്വരാജനായി നിന്നിലേക്ക് എഴുന്നള്ളിയിടട്ടെ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോ വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോ പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രൻ. ഓ, രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ നിടുവീ. മഹത്വരാജനായി നിന്നിലേക്ക് എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ
ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്ക് മരക്രൂശിൽ മരിച്ചുവല്ലോ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക. പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി മരക്രൂശിൽ മരിച്ചു. നേരമില്ല, കർത്താവിന് മഹത്വം. ഓർപ്പിക്കട്ടെ, എന്താണ് സുവിശേഷത്തിന്റെ വിശേഷത? ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 2 22 പോയിന്റ് 5 പറയുന്നുള്ളൂ. 2 സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. എഫേസ്യ ലേഖനം 6:14-15 അറിവുള്ള വാക്യമായെങ്കിലും വായിച്ചു. എഫേസ്യർ 6:14-15. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള സമാധാന സുവിശേഷം മതി. ഈ സുവിശേഷത്തിന്റെ 2ാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്ന സമാധാനം. മുമ്പേ പറഞ്ഞ പലതെല്ലാം വിഷയങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്ത് സമാധാനത്തോടായിരിക്കും? സമാധാനം. പലവിധമാകുന്ന രോഗങ്ങളുള്ളവരുണ്ട് ഇതിനകത്ത്. ഒന്ന് കൈപൊക്കിക്ക്. എന്തേലും രോഗം ഒന്നുമില്ല. ഉള്ള ആശുപത്രിയിലോട്ട് പോയി കയറ്റി പരിശോധിച്ചാൽ ഒരു 10 ലക്ഷം രൂപയുടെ രോഗമൊക്കെ ഉണ്ട്. പിന്നെ അച്ഛനൊരു 10 ലക്ഷം ഒന്നുമല്ല, ഒരു 25 ലക്ഷത്തിൻ്റെ രോഗമുണ്ട്. അല്ല, അവരുടെയൊക്കെ ചെന്നാൽ പോകുമെന്നും വേണ്ട. യേശു സൗഖ്യമാക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ആ കൈ ഇട്ട് വിറപ്പിക്കുന്ന അമ്മയ്ക്ക് ഒരു 25 ലക്ഷത്തിൻ്റെയൊക്കെ കാണും അസുഖം. പിന്നെ ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുക. എന്നാലും എന്ത് സന്തോഷിച്ചായിരിക്കുന്നതല്ല. ദൈവത്തിന് മഹത്വം. എന്താ ഇത്? കൃപയാ. ഇത് കൃപയാണ്. എടാ അവിടെ ഇരിയടാ, അവിടെ ഇരിക്കാൻ ഇരിയടാ. അവിടെ നേരമില്ലാത്ത നേരത്ത് നീ സിറിഞ്ചുമായിട്ട് നടക്കുന്നു. താക്കോല. ദൈവത്തിന് മഹത്വം. കടഭാരമുള്ളവർ ഇതിനകത്തുണ്ട്. കൈപൊക്കിക്കുക. തരാനല്ല, കാണാനാ. ആർക്കുമില്ലേ? എൻ്റെ അമ്മാമ്മയെ കയ്യൊന്ന് പൊക്ക്. കടവുള്ളവര് മുങ്ങിച്ചാകാൻ പോകുന്ന കൈ അങ്ങോട്ട് പൊക്കാൻ. എത്ര എണ്ണം സഹോദരന്മാർക്ക് കടവൊന്നും ഉള്ളവരില്ല. കടഭാരം ഒന്നുമില്ലേ? 1 2 3 പുള്ളി ഇങ്ങനെ സംശയിക്കുക, കൊടുക്കണോ കൊടുക്കണ്ടേന്നായിരിക്കും കടം മേടിച്ചത്. എൻ്റെ പ്രിയരെ, എന്തെല്ലാം മോന് കടവില്ലേ? പിന്നെ കൊട്ടുന്നുണ്ടെങ്കിലും കടവാന്ന് ഇല്ലേ? കട ബുദ്ധിമുട്ടൊന്നും. തലയാട്ടാണ് കാര്യം പറയുന്നത്. ഉണ്ട് ബൈപ്പാസ്. അയ്യോ, ഞങ്ങൾക്കെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിഷയമുള്ളവരാ. അതെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് നോയിക്കേ. ഈ ലൈവിലൊക്കെ ഒന്ന് നോയിക്കേ. എന്ത് സന്തോഷിച്ചായിരിക്കുന്നേ. അതന്നെ സുവിശേഷം സമാധാനം തരുന്നതാ. പ്രശ്നങ്ങളില്ലെന്നല്ല ഈ പറഞ്ഞത്, വിഷയങ്ങളില്ലെന്നല്ല പറഞ്ഞത്. പ്രശ്നങ്ങളുമുണ്ട്, രോഗങ്ങളുമുണ്ട്, പോരാട്ടങ്ങളുമുണ്ട്, പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് സന്തോഷിക്കുക. എന്താ സന്തോഷത്തിന്റെ വിശേഷത? ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. കാരണം ഇത് സമാധാന മാർഗമാണ്. സുവിശേഷം സമാധാനം. ഈ സമാധാനം ലഭിക്കുന്നത് എന്നാന്നറിയോ? അത് പറയാം, ഒത്തിരി പറയാനുണ്ട്. നമ്മൾ ആരാധിക്കുന്ന കർത്താവാകുന്ന ക്രിസ്തുവേശു, അദ്ദേഹത്തിന് ഒത്തിരി പേരുകളുണ്ട്. യേശുവിന് പര്യായപദം. സൈമൺ സാറ് വേദവികാരത്തിൽ പ്രഥമകാണ്ഡത്തിൽ കൊടുത്തിരിക്കുന്ന 1-2 പ്രയോഗമുണ്ട്. അച്ഛനെ ഇരിപ്പ് കണ്ടിട്ടിരിക്കുന്നു, അതെല്ലാം അറിയാം. മുമ്പേ പാടിയ പാട്ടെല്ലാം കൂടെ പാടി. ദൈവം അനുഗ്രഹിക്കട്ടെ. ചുമ്മാതല്ല ചുമലച്ചാന പാട്ട്. അപ്പൊ സാറ് സൈമൺ സാർ ഇവിടെ അടുത്ത് ആറന്മുള, അതിൻ്റെ ഒരു ചെറിയ വാങ്ങലുണ്ട്. അപ്പോ സാറ് വേദവിഹാരത്തിന്റെ പ്രഥമ ഭാഗത്ത് ദൈവത്തെ പറ്റി ചില പ്രയോഗങ്ങൾ കൊടുത്തു. സകല ലോകങ്ങൾക്കും ആദികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. അവൻ ഉറങ്ങുന്നു. സകല ലോകങ്ങൾക്കും ആദികാരണമിവൻ,
സകല ഭൂതങ്ങൾക്കുമാകാരപ്രതനിപൻ സകല ദേവവൃന്ദവന്ദിത പദാംബുജൻ സകല നിഷ്കലത്വം പേറുന്ന പെരിയവൻ ദൈവം ആഗമാകാരന്മാരിലാദവൻ മോസസും സർവാഗമ പൊരുളാഗമി പരാശക്തിക്ക് ഏലെന്നോര പ്രിയമം ഏൽ എബ്രായ ഭാഷയാ ഏലെന്നോര പ്രിയമ നാമമോദിയത് മൂലവസ്തുവാം നാഥനുപദേശിച്ചതല്ലോ ഇലോകി ശദ്ധായിയു യലോകി അധോണായി വിലോപമന്യേ യാഗ്വേ യഹോവ യാഗന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകർഷിതമെന്നേ വേണ്ടു ഗൂഢവിഗ്രഹനായിട്ട് എങ്കിലും വർത്തിക്കലും കൂടസ്ഥൻ നിരാശകനാത്മാവെന്നവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും മുൻപകാലത്ത് കളകണ്ഡങ്ങള കൂജിതം പോലെ അല്ലോ അഖിൽ അതീശനെ മാനുഷരറിയുന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ പ്രപഞ്ചത്തിന്റെ മൂലഗന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ്ക മൂലം സ്വീയമാം മകത്വത്വ ബോധനം നടത്തുവാൻ ഈ ഉലകെങ്കിൽ ദൈവം അയാൾ പൂനിജാത്മാനം കാശിന് കൊള്ളാതുള്ള കരത്തിൻ താടിയല്ലാൽ നാസിറായ ഒരു ശിംശോൻ 1000 പലിസ്തീനക്കാശിനെ തന്നിൽ കൊന്ന് വീഴ്ത്തുവാൻ കഴിഞ്ഞെങ്കിൽ ഈ ജനേതനക്കെന്നാൽ ദുശകമെന്തെന്നുള്ളൂ സപ്തവർണ്ണങ്ങളുടെ മിശ്രണമായുള്ള ഒരു സപ്തസപ്തിയും കിരണങ്ങളാൽ കാർമേഘവും ചിത്രവർണ്ണോജ്ജലമാ ചാപമായി തീരുമെങ്കിൽ ഉത്തമാ നിൻ ദീപ്തിയാലൻ ബുദ്ധി ശോഭിക്കില്ലേ ഇങ്ങനെ ചൊല്ലിയ ഞാനങ്ങ് വെളുക്കുന്നേരം വരെ ചൊല്ലും. നാളൊരു തള്ള പറഞ്ഞു ആ കെട്ടിതുവരെ പൊട്ടിയിട്ടില്ലെന്ന്. കാരണം ഞാൻ ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന ഈ മാർഗത തള്ളയ്ക്ക് വട്ട ബോധവും വെളിവില്ലാത്ത തള്ള. പിന്നെ അച്ഛനോട് ചോദിച്ചാൽ മതി എന്നാ പറഞ്ഞത്. ദൈവത്തിന് മഹത്വം. അപ്പൊ ഞാനിതുകളും ആരാധിക്കുന്ന യേശു ക്രിസ്തു, ആ ക്രിസ്തുവിന് പല വിശേഷ പദങ്ങളുണ്ട്. അതിലൊരു പര്യായ പദം ഇങ്ങനെ സുവിശേഷം സമാധാനം തരുമെന്ന്. ലോകം തരുന്നത് പോലല്ല ഈ സമാധാനത്തിന്റെ വിശേഷത. നാം ആരാധിക്കുന്ന യേശു കർത്താവിന്റെ പര്യായ പദത്തിൽ ഒരു പദം ഇങ്ങനെ സമാധാന പ്രഭു. സമാധാന പ്രഭു. പ്രഭു എന്ന് പറയുമ്പോൾ അറിയാവല്ലോ ഗതികെട്ടവനാണോ പ്രഭു? സ്തോത്രം. അവിടുന്ന് സമാധാന പ്രഭുവാ. എന്തും വേണ്ടും സമാധാനമാ തരുന്നേ. പ്രവാചകൻ പറയാ നദി പോലെ ഒഴുകിത്തരും. നദി പോലെ തരുന്നു. ഈ സമാധാനത്തിന്റെ വിശേഷതയോ എല്ലാം പറയാൻ നേരമില്ല. ഇങ്ങനെയാ കൊടുത്തിരിക്കുന്നത്. സകല ബുദ്ധിയെ കവിയുന്ന സമാധാനമാണ്. ദൈവത്തിന് മഹത്വം. അങ്ങനെയെങ്കിൽ പ്രിയരെ, സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരും. യേശു നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ദാനമേ എന്തിനാകുലം മനമേ എന്തിനാകുലം നിൻ സഹായകൻ അവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ ലോകപോരിതി അനുദിനം ജയമേ ലോകപോരിതി അനുദിനം ജയമേ യേശു നായകൻ
അതുകൊണ്ട് പ്രിയരെ, സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്നതാ. ഇന്ന് രാത്രി സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും മറ്റ് പാപവഴികൾക്ക് വിരഞ്ഞോടുന്ന ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ, സ്നേഹിത, സുഹൃത്ത്, ആമ, മാതാവേ, പിതാവേ, സഹോദര, ഇന്ന് രാത്രി അതൊന്നുമല്ല നിത്യസമാധാനം തരുന്നത്. യേശുവിൽ സമാധാനമുണ്ട്. അത് അനുഭവിക്കുന്നവരായി ഇവിടെ ഇരിക്കുന്നവരല്ല. ഈ മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ എല്ലാവരും കയറി പറയും, അവ ഒരു കാലത്ത് സമാധാനമില്ലായിരുന്നു, പക്ഷെ യേശു ഉള്ളത്തിൽ വന്ന് ഇപ്പൊ നല്ല സമാധാനമാണ്. ദൈവത്തിന് മഹത്വം. ഓടിച്ചു പറയാം, സുവിശേഷത്തിന്റെ ഒന്നാമത്തെ വിശേഷത ഇത് രക്ഷിക്കും. ഇന്ന ആൾക്കാരെ മാത്രമല്ല, എല്ലാവരെയും രക്ഷിക്കും. എല്ലാവരും. 2 സമാധാനം. 3 സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത. അയ്യോ, ദൈവത്തിന്റെ മഹത്വം. ഇത് യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. പിന്നെ സുവിശേഷം വായിച്ചു ഫിലിപ്പിയ ലേഖനം 1:27-28 പെട്ടെന്ന് പറയും. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ. പാസ്റ്റർ, ഞാൻ അടുത്ത വാക്യം തരാം. പുള്ളിക്കാർ ലീന വായിക്കട്ടെ. വായിച്ചോ, ലീന വായി. പുള്ളി വായിക്കാൻ ഒരുങ്ങി ലീന വായിച്ചു. ഞാൻ വേറൊന്നും തരാം. വായിക്കും ലീന. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങി പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടക്കും. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം. വിവരിക്കാൻ അധികം സമയം വേണം, എങ്കിലും പറഞ്ഞങ്ങ് വിടുക. സുവിശേഷത്തിന്റെ മൂന്നാമത്തെ വിശേഷത എന്നെയും നിങ്ങളെയും ഇത് യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. ഈ മാർഗത്തിൽ വരുന്നതിന് മുമ്പ് പലരും അയോഗ്യമായിട്ടാണ് നടന്നത്. കുടിച്ച്, ലെവല് കെട്ട്, ഭാര്യയുടെ മുടുക്കി പിടിച്ച് കുനിച്ചു നിർത്തി ഇടിച്ച്, കുഞ്ഞുങ്ങളും പേടിച്ച്, തള്ളയും തല്ലി, നാട്ടുകാർക്കും ബഹളം, അനാവശ്യവും പറഞ്ഞ് എത്ര എണ്ണം. പോലീസുകാർക്ക് വരെ തലവേദന. ഇവിടെ അടുത്തല്ലയോ ബെഞ്ചമിൻ സാറ്? ഇല്ലേ? അതിലൊക്കെയാണ്. സൂക്ഷിച്ചോണം. അല്ല, പോലീസ് അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും തലവേദന ഉണ്ടാക്കിയ പലരും ഉണ്ട്. കുടിച്ചും തെറി പറഞ്ഞും വഴക്കും വയ്യാവേലി, നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ വെച്ച കഞ്ഞി കുടിപ്പിച്ചിട്ടില്ല. ഭാര്യയെ ഉപദ്രവിച്ചു. ഒരു ഭാര്യയെ ഉപദ്രവിച്ച് ഞാനും കണ്ടതാ. മുടുക്കുത്ത്, എൻ്റെ കൊച്ചുനാളില്ല, മുടുക്കുത്തിന് പിടിച്ച് കുനിച്ചു നിർത്തി ഇടിക്കുക. നിസ്സഹായത. എന്നാ ചെയ്യാൻ പറ്റും? അയാളല്ല കട്ടയാന്. ഇടികൊള്ളുക. ഇടികൊണ്ടപ്പോൾ അവർ പറഞ്ഞു, അടുത്ത വെള്ളിടി തൻ്റെ നെഞ്ചത്ത് വിട്ടുകൊടുക്കുന്നു. വെള്ളിടി വെട്ടാൻ വേണ്ടി പറഞ്ഞതല്ല, സാഗി കെട്ട് പറഞ്ഞതാ. തള്ള ഇടയ്ക്ക് കയറി, എടാ അവളെ തല്ലരുത്, തള്ളച്ചൂടെ താങ്ങ്. ഒറ്റകിടി അവർ 6-ാം മാലി നടന്ന കാര്യമാണ്. തള്ള ഉടനെ അങ്ങോട്ട് മാറി തലയെ കൈവച്ച്, അതിപ്പോഴും ആ രാക്ക്, അയ്യോ നിന്നെ കാലപാമ്പ് കൊത്തിച്ചാകുകയുള്ളു. കാലപാമ്പ് കൊത്താനല്ല, പെറ്റതള്ള അങ്ങനെ പറയുന്നെങ്കിലും പെറ്റതള്ളയുടെ ഹൃദയം വേറെ. ചില അമ്മമാരൊക്കെ ഈ ബുദ്ധിമുട്ടും മനപ്രയാസം വരും. എടാ നിന്നോട് അവിടെ ഇരിക്കുക, ഇരിയോടാ അവിടെ. അവന് സഭയിൽ ഇതായിരിക്കുമല്ലയോ. അപ്പൊ ശ്രദ്ധിച്ചേ, പെറ്റതലയുടെ ഹൃദയം അഥവാ ഇങ്ങനെ ആകുമോ എന്തെങ്കിലും പറഞ്ഞാലും ഇച്ചിരി കഴിയുമ്പോൾ അമ്മ പറയും, എൻ്റെ ദൈവമേ, ഞാൻ അന്നേരത്തെ ഇതിനങ്ങ് പറഞ്ഞ എൻ്റെ കുഞ്ഞിന് ദോഷമൊന്നും. അതാ പെറ്റതള്ളമാരുടെ ഹൃദയം. അല്ല, അങ്ങനെയുള്ള പെറ്റതള്ള തന്നെ അനാഥജാല വിടുന്നവന്മാർ ഇതിനകത്ത് ചിലപ്പോൾ കാണും. അവൻ കറുത്തപുത്തോടത്തോണ്ട് വന്നേക്കാക്കും, വെടികൊണ്ട വന്നി വരും പോലെ ഉണ്ട്. സജിപ്പാസ്റ്റ് എത്ര എണ്ണം പെറ്റതള്ളക്ക് വെള്ളം കൊടുക്കുക. അവന് കൊടുക്കണമെന്നുണ്ട്, അവള് സമ്മതിക്കുകയല്ല. അവള് പറയുക, തൻ്റെ തള്ളേനെങ്ങാനും കെട്ടിയ എൻ്റെ തനി നിറം. ഞാൻ പള്ളിയിൽ ആത്മാവിലാകും പോലല്ല, വേറെ നിറവുണ്ട്. ഉണ്ടെന്ന് ഇതിനകത്തൊക്കെ ഇപ്പം മൂടി പതിച്ച് പമ്മി ഇരിക്കുന്നതുകൊണ്ട് ആരാന്നറിയാൻ മേല. അതെ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം.
സുവിശേഷത്തിന്റെ വിശേഷത ഇത് യോഗ്യമാവണ്ണം നമ്മളെ നടത്തും. അങ്ങനെ അടിച്ചും ഉപദ്രവിച്ചും കള്ളു കുടിച്ചും തെറി പറഞ്ഞ് നാട്ടുകാർക്കും വീട്ടുകാർക്കും അലോക്യമുണ്ടാക്കിയ വ്യക്തി രക്ഷിക്കപ്പെട്ടു. യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചേറ്റും. ഇപ്പോൾ ആ വീട്ടിൽ സന്ധ്യാകുമ്പോൾ പാട്ടും പ്രാർത്ഥന, അലോക്യമില്ല. നേരത്തെ ആയിരുന്നെങ്കിൽ കുടിച്ചു കൊടുത്ത തുണി തലയെ കെട്ടിക്കൊണ്ട് വരിക. ഇപ്പോഴത്തെ നല്ല വെള്ളമുണ്ടുമൊക്കെ കൊടുത്ത് കരയുള്ള മുണ്ട് നല്ല വടി പോലെ തേച്ച് ആ ഇരിപ്പൊക്കെ ഒന്ന് കാണണം. നമ്മൾ ഓർക്കും സായിബാബ സഭയെ വന്നു എന്തു അന്തസ്സ. സുവിശേഷം യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. എന്നോടൊരിക്കൽ ഒരു തള്ള പറഞ്ഞു, എൻ്റെ നല്ല ഫസ്റ്റ് ക്ലാസ് തെറിയിരിപ്പുണ്ടെന്ന്. ഞാൻ പറഞ്ഞു തള്ളുണ്ട്. ഇല്ല ഞാൻ പറയത്തില്ല, എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ പിന്നീട് ആ തള്ളയെ പറ്റി പറയാ, ഇവർ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ പല്ല കണ്ണ് പൊട്ടുന്ന ഡാഷ് ഡാഷ്. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ അവര് സ്തോത്രം, അതായത് യോഗ്യമായിട്ട് നടത്തും. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ഈ തള്ള കണ്ണ് പൊട്ടുന്ന അനാവശ്യം പറയും. എന്നാൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കൃപയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ അഥവാ എന്തെങ്കിലും അലോക്യം വന്നാലും സ്തോത്രമല്ലാതെ വേറൊന്നും പറയത്തില്ല. ഇതാ യോഗ്യമായിട്ട് നടത്തും. ദൈവത്തിന്റെ മഹത്വം. ഇത് സുവിശേഷത്തെ കൊണ്ടേ നോക്കൂ. ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗം. രണ്ട്, ഇത് സമാധാനം തരും. മൂന്ന്, യോഗ്യമായിട്ട് നടത്തും. 5 പോയിന്റേ പറയുള്ളൂ. 4 സുവിശേഷം നിന്നെ ഉയർത്തും. അതാ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11:7 വായിച്ചോ. ഇത് പാസ്റ്റർ വായിക്കും. ലീനെ വേറൊരു വാക്യം ലീനാക്കി തരാം. പാസ്റ്റർ ഒന്ന് വായിക്കും. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിച്ചേ. 11:7. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11:7 വായിരും. അല്ലെങ്കിൽ ഞാൻ ദൈവത്തിന്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ മതി. അപ്പൊ സുവിശേഷം നമ്മെ ഉയർത്തുന്നതാ. നിങ്ങൾ ഉയരേണ്ടതിന്. ഈ മൈക്ക് അങ്ങോട്ട് തന്നാൽ നിങ്ങളും ഈ ബഹുമാന്യ കർത്തദാസന്മാരും 2 പേര് താഴെ ഇരിക്കുന്നു, അവരും ഈ പ്രിയപ്പെട്ടവരും ജോബിയുടെ തന്നാൽ ചിലപ്പോൾ ജോബി എൻ്റെ കയ്യിലും അനിൽ അടൂരിന്റെ കയ്യിലൊക്കെ കിട്ടിയാൽ ഞങ്ങളെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ഞങ്ങളെ ഉയർത്തി. ഇത് തന്നെ നിങ്ങൾക്ക് സജിമോൻ പാസ്റ്റർ അതൊക്കെ പറയുള്ളൂ. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും ശശി നല്ലൊരു കർത്തദാസനാണ്. ഇവരെല്ലാം അദ്ദേഹത്തിന്റെ അമ്മാവിയപ്പനെ പോളപ്പച്ചന് എല്ലാവരും സ്തോത്രം. എല്ലാവരും ഇതാ പറയുന്നത്, ദൈവം ഞങ്ങളെ ഉയർത്തി. ഒരു കണ്ണിന് പോലും ദയത വന്നാതെ എല്ലാവരാലും വെറുക്കപ്പെട്ട് തള്ളപ്പെട്ട് കടന്നവരാ ഇപ്പൊ നാട് ഉയർത്തി. എന്നിട്ട് ചെല്ലി പറയാ ചില വിഷയമൊക്കെ തെളിയിക്കാൻ കാലിഫോർണിയയിൽ എന്തിനാണ് കാലിഫോർണിയ വരെ പോകുന്നത്? ഇവിടെ ഉണ്ടല്ലോ, കാലിഫോർണിയ വരെ പോണോ? നമ്മക്കുണ്ടല്ലോ സാക്ഷ്യം. എന്തിനാ ദൂരോട്ട് വന്ന് എന്നെ ഒന്ന് കണ്ടേ? അയ്യോ എന്തെല്ലാം അപാകതയാണെന്നോ എനിക്ക് ഇഷ്ടം പോലും ഉണ്ട്. എന്നാളൊരു തള്ള ചോദിച്ചു, ശബ്ദം എന്നാ ഇങ്ങനെ ആയെന്ന്. നല്ല ശബ്ദമല്ല. ഞാൻ ഞങ്ങളുടെ കൂട്ടുവേലക്കാരനോട് പാടിയപ്പോൾ ഒരു ഓതറെല്ലാം കണ്ടൊരു തള്ള പറഞ്ഞു, 2 കൂടെ കിടന്നെന്തിനാ കാറുന്നെന്ന്. പാടുന്നെന്ന് പോലും അവർ പറഞ്ഞില്ല. അല്ല പാടുകല്ല, കാറ് നിറം അത്ര നല്ലതല്ല. ഇത് നല്ല നിറവും നല്ല അപ്പച്ചനും മൊത്തം കുഴപ്പമില്ല, നല്ല നിറം. വിദ്യാഭ്യാസവും വലുതായിട്ടില്ല, ഇംഗ്ലീഷ് ഒന്നും വായിക്കാൻ അറിയാൻ മേൽ. ഈ സ്റ്റീവൻ പാസ്റ്ററൊക്കെ നല്ല വെടിക്കെട്ടായിട്ട്. ദൈവത്തിന് മഹത്വം. നിങ്ങളിൽ എല്ലാവരും ഞാൻ ചെറിയവന്. വലിയ കുടുംബശ്രേഷ്ഠതയൊന്നും കൊരങ്ങാട്ടിക്കാരെ പോലൊന്നും അല്ല. കുടുംബശ്രേഷ്ഠതയൊന്നും വിദ്യാനിപുണതയൊന്നുമില്ല. ഒത്തിരി അപാകതയുണ്ട്. എൻ്റെ അപ്പച്ചന്, എൻ്റെ ഫാദർ കള്ളുഷാപ്പിലൊരു ചെറിയ ജോലിയാണ്, തുച്ഛമായ ശമ്പളം, അതിൽ ഞങ്ങളെ വളർത്തിയത്. ഞാൻ അമേരിക്ക ചെന്നപ്പോൾ ഈ സാക്ഷി പറഞ്ഞപ്പോൾ ഒരുത്തും പറഞ്ഞു അതൊന്നും പറയരുത്. ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ തന്തയുടെ കാര്യം നീ പറയൂ. അവൻ പറയൂ, എടാ എൻ്റെ തന്തയുടെ കാര്യം ഞാനല്ലേ പറയുന്നത്. അവൻ പറയൂ. പിന്നെ ഞാൻ താമരപ്പള്ളി മുതലാളിയുടെ മോനെന്ന് പറയണം. സ്തോത്രം.
ചിലക്ക് കാശ് കിട്ടി കഴിഞ്ഞാൽ അപ്പനെ അറിയത്തില്ല കേട്ടോ. അതല്ലേ പിള്ളേർ പറയാം അപ്പനെ വെച്ചേ കേലിയെന്ന്. അപ്പനെ വെച്ചേ കേലിയേ ഹിന്ദി പഠിച്ചപ്പം നീ അപ്പനെ വെക്കുകയല്ലേടാ. പഠിച്ചു പിന്നെ അയ്യോ എല്ലാവരും വെറുക്കപ്പെട്ടവരാ. ദൈവത്തിന് മഹത്വം. ഒരു ഹിന്ദി ഇരിക്കണം, അപ്പോൾ ഇംഗ്ലീഷ് അല്ലേ പറയുന്നേ. ദൈവത്തിന് മഹത്വം. എന്തെല്ലാം അപാകതകളാണ്. എന്നെ ഇപ്പൊ എത്രയോ പേര് ബഹുമാനിക്കുന്നു. ഈ ദൈവദാസന്മാരൊക്കെ കണ്ടോ, ഇരുന്ന് കേൾക്കുക. ഇവരെല്ലാം നല്ല അറിവ്, ജ്ഞാനവും പരിജ്ഞാനവും കുടുംബ പാരമ്പര്യവും ആത്മീയ പാരമ്പര്യവും ഒക്കെ ഉള്ളവരാ. എന്നാലും ഇതേ എഴുന്നേറ്റ് പോകാതെ പേടിച്ചാ ചിലതും പോകാത്തത്. എന്നാലും ഇരുന്ന് കേൾക്കുക കണ്ടോ. അടുത്ത് മറവക്കാടിൽ നിന്ന് വരാൻ വന്നേക്കണം. മറവക്കാട് എറണാകുളം ജില്ല. അമ്മാമ്മയും വന്നില്ലേ? പിന്നെ എല്ലാവരും വന്ന് കേൾക്കുക. കൊത്തയാന്നേലും 10 കാര്യം പറയുന്നത് എന്ത് ശാന്തമായിട്ടിരുന്ന് കേൾക്കുന്നാണ്ട് അച്ഛനെ ചുമ്മാ നിന്ന് കേൾക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്ര നേരമായി. ഇനി എത്തി നോക്കുക ആരാന്ന്. തലേ യോഗം കഴിഞ്ഞ് കാണാം. നിങ്ങൾ ഇങ്ങോട്ട് നോക്ക്. അടുത്തടുത്ത് ന്യൂസ് കൊടുക്കാനാ. അപ്പൊ ശ്രദ്ധിച്ചേ, എല്ലാരും കേൾക്കുക. ശാന്തമായിട്ടിരുന്ന് കേൾക്കുക. മാനുഷികമായിട്ടൊരു യോഗ്യത എനിക്കില്ല, പക്ഷേ ദൈവം ഉയർത്തി. അങ്ങനെ ആ പുസ്തകത്തിലെ വാക്യം, അവൻ ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തി, പൊടിയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ. കണ്ടോ എല്ലാവരും ഇരിക്കുന്ന കണ്ടോ, ഇവരുടെ കൂടെ എന്നെ ഇരുത്തിയെന്ന്. ടിക്കേസിന്റെ പാട്ടാന്ന് വെച്ചാൽ നമുക്ക് പാടാം. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനരർ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനരർ, ഒപ്പമിരുത്തിയതെന്നയൻ അത്ഭുതം വരാ നരക്കൊപ്പമിരുത്തിയതെന്നയൻ അത്ഭുതം. മനുവേല വന്ദനം മഞ്ഞിലേഖനായി മനുജാതിക്കായി വന്നതാ ഉന്നതാധിപാ. മനുവേല വന്ദനം. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല. ഓ നീ കൃപ കാട്ടി നായക ജീവദായക, നീ കൃപ കാട്ടി നായക ജീവദായക. മനുവേല വന്ദനം മഞ്ഞിലേഖനായി മനുജാതിക്കായി വന്നതാധിപാ. മനുവേല വന്ദനം. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനരർ, കുപ്പയിൽ നിന്നും ഉയർത്തി നീ ശ്രേഷ്ഠരാനരർ, ഒപ്പമിരുത്തിയതെന്നയൻ അത്ഭുതം വരാ നരക്കൊപ്പമിരുത്തിയതെന്നയൻ അത്ഭുതം വരാ നരക്കൊപ്പമിരുത്തിയതെന്നയൻ അത്ഭുതം വരാ നരക്കൊപ്പമിരുത്തിയതെന്നയൻ അത്ഭുതം വരാ. മനുവേല വന്ദനം മഞ്ഞിലേഖനായി മനുജാതിക്കായി വന്നതാ ഉന്നതാധിപാ. മനുവേല വന്ദനം. മാനം ധനവും ജ്ഞാനവും സ്വീകരിക്കുവാൻ, മാനം ധനവും ജ്ഞാനവും സ്വീകരിക്കുവാൻ, മാനം ധനവും ജ്ഞാനവും സ്വീകരിക്കുവാൻ. വാനം ഭൂമിയതൊക്കെയും യോഗ്യനാമ്പവാ, വാനം ഭൂമിയതൊക്കെയും
മനുവേല വന്ദനം. മനുവേല വന്ദനം. മനുവേല വന്ദനം. മനുവേല വന്ദനം. മനുവേല വന്ദനം. മണ്ണിലേകനായി മനുജാതിക്കായി വന്നത് ഉന്നതാദിവാ. മനുവേല വന്ദനം. മനുവേല വന്ദനം. മനുവേല വന്ദനം. മനുവേല വന്ദനം. ഓ കുപ്പയിൽ നിന്നും ഉയർത്തി നീ സേതനാനര. കുപ്പയിൽ നിന്നും ഉയർത്തി നീ സേതനാനര. ഓ കുപ്പയിൽ നിന്നും ഉയർത്തി നീ കുപ്പയിൽ നിന്നും ഉയർത്തി നീ സേതനാനര. ഒപ്പമിരുത്തിയതെന്നെ അത്ഭുതം വരാ. നരകൊപ്പമിരുത്തിയത് കുപ്പയിൽ നിന്നും ഉയർത്തി നീ ചേതനാനര. കുപ്പയിൽ നിന്നും ഉയർത്തി നീ ഒപ്പമിരുത്തിയതെന്നെ അത്ഭുതം വരാ. നരകൊപ്പമിരുത്തിയതെന്നെ അത്ഭുതം വരാ. മനുവേല വന്ദനം. മണ്ണിലേകനായി മനുജാതിക്കായി വന്നത് ഉന്നതാദിവാ. മനുവേല വന്ദനം. മനുവേല വന്ദനം. മനുവേല വന്ദനം. മനുവേല വന്ദനം. ഓ മനുവേല വന്ദനം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്റ്റീവൻ പാസ്റ്റർ എന്തുവായി സമയം? 9:30 മതി. പോരെ പോരെ മതി. ഗുണമാകാനാണ് ഇതൊക്കെ മതി. ഇത് മതി. എടുത്ത വാക്യത്തോടൊന്നും മാന്നില്ല. സുവിശേഷത്തെ പറ്റി പറഞ്ഞതേ ഉള്ളൂ. മതിയല്ലോ. ആ ഇപ്പൊ എത്ര പോയിന്റ് പറഞ്ഞു? സുവിശേഷത്തിന്റെ വിശേഷത 5 പറയാന്നില്ല പറഞ്ഞത്. ഒന്നുകൂടെ പറയാം. 5 വാക്ക് വ്യത്യാസം കാണിക്കുന്നില്ല. ഒന്ന്, സുവിശേഷം രക്ഷിക്കും. കാലിന് നീരും വേദനയുണ്ട്, അതുകൊണ്ടാണ് അങ്ങ് ഇരുന്നത്. ഇപ്പൊ ചൊല്ലി എന്തൊക്കെയോ പോകാറായി. ഒരു വാക്യം വായിച്ചേ പാസ്റ്ററെ. മത്തായി 5:1. ദീനാവായിരുന്നു എടുത്തെങ്കിൽ. അവൻ പുരുഷാരത്തെ കണ്ടാറെ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. യേശു മലയിലിരുന്നുള്ള ഞാൻ കസാരയിൽ ഇരിക്കുക. അതിനും ബാക്കിയുണ്ട്. പിന്നെ അല്ലെ യോഗം കഴിയും പറയാം ഒടുവി പുള്ളി പരിവക്കേടായി കേട്ടോ. അത് വേണ്ട. ഇരുന്ന ശേഷം അപ്പൊ ഇരുന്നോണ്ട് 2 കാര്യം പറഞ്ഞു പോവാം. നിങ്ങളും ഇരിക്കുകയല്ലയോ? അപ്പൊ ശ്രദ്ധിച്ചേ. ഒന്ന്, സുവിശേഷം തന്നെ രക്ഷിക്കും. 2, സുവിശേഷം സമാധാനം തരും. 3, സുവിശേഷം യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. 4, സുവിശേഷം തന്നെ ഉയർത്തും. ഈ മൈക്ക് അങ്ങോട്ട് തന്നാൽ ഇത് സാക്ഷ്യമായി എല്ലാവരും പറയാൻ പോകുന്നത്. ദൈവം എന്നെ ഉയർത്തും. 5, സുവിശേഷം. അത് പറയാതിരിക്കാനൊക്കത്തില്ല. അത് പറഞ്ഞെങ്കിൽ പ്രസംഗത്തിനൊരു ഒരു 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 പൂർണ്ണത വരുവുള്ളൂ. സുവിശേഷത്തിന്റെ 5ാമത്തെ വിശേഷത, സുവിശേഷം പ്രത്യാശ തരുന്നത്. പ്രത്യാശ. എന്താ പ്രത്യാശ? വായിച്ചേ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. കൊലോസ്യർ 1:3. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. പ്രത്യാശ മതി മതി. അധ്യായത്തിന്റെ ഒടുവിലൊക്കെ അത് കിടപ്പുണ്ട്. എല്ലാ വാക്യം എടുപ്പിക്കുന്നില്ല. സുവിശേഷം പ്രത്യാശ തരുന്നത്. അല്ല, സുവിശേഷത്തിൽ മാത്രമേ പ്രത്യാശയുള്ളൂ. വേറെ എവിടെ പ്രത്യാശ? കൊള്ളാം. എന്താ സുവിശേഷത്തിന്റെ പ്രത്യാശ? അതിന്ന് വെളുക്കുവോളം പറഞ്ഞാൽ തീരുക. അതുപോലെ വാക്യവും വിഷയങ്ങളും എങ്കിലും എല്ലാം അങ്ങ് ലോപിക്കുക. സുവിശേഷത്തിന്റെ ധാരാളം പ്രത്യാശ. 1, എൻ്റെ ഭാഷയാ കേട്ടോ. 1,
നമ്മുടെ നേതാവ് തിരിച്ചു വരും. ഇവിടെ എത്രയോ നേതാക്കന്മാർ വന്ന് ആരെങ്കിലും പറഞ്ഞോ തിരിച്ചു വരാമെന്ന്? പോകാൻ നേരത്തൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മളൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ നേതാവ് പോയത്? പുള്ളി ഒരു 5:30 ആയപ്പോഴാണ് പോയത്. എല്ലാവരും ഉണ്ട്, അണികളെല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. പുള്ളി എന്തോ പറഞ്ഞു? പുള്ളി കുറേ നാളായിട്ടൊന്നും പറയുന്നില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഒരു ഞരക്കമുണ്ട്. അത്ര ഉള്ളന്നേ. എന്ത് പോകാൻ നേരത്തെ എന്തെങ്കിലും പറഞ്ഞു? പോകുന്നത് കണ്ണൂരിട്ടെന്ന് കണ്ടു, തീർന്നു. നമ്മുടെ നേതാവ് അങ്ങനെയാണോ പോയത്? അയ്യോ, നമ്മുടെ നേതാവ് യേശുവാ. പോകുന്നതിന് മുമ്പ് ദീർഘമായ പ്രസംഗത്തിനൊടുവിൽ ചാരിമ ശിഷ്യന്മാരോട് പറയാം, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. തീർന്നില്ല, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലം ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ. അയ്യോ, ഇതൊക്കെയാ ഞാൻ സ്ഥലമൊരുക്കി അതിലെ ഒരു പോക്ക് പോകുകയല്ല, എൻ്റെ ഭാഷയാ കേട്ടോ. സ്ഥലമൊരുക്കി വെച്ച് തിരിച്ചു വരുമെന്ന്. തിരിച്ചു വന്ന് എരുമക്കാട്ടുകാരെ കണ്ട് എരുമക്കാട് അങ്ങനെ പറഞ്ഞാൽ ചെല്ല. തിരിച്ചു വന്ന എരുമക്കാട്ടിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ഞാൻ ചേർത്തും കൊണ്ട് കൊണ്ടുപോയി അവിടെ ചെന്നിട്ട് എതിലേലും പോടാന്നല്ല പറയുന്നത്, എൻ്റെ കൂടി ഇരുത്തുവന്ന്. അങ്ങനെ പൗലോസ് അത് ക്ലിയറാക്കി. ഇങ്ങനെ നാം എപ്പോഴും, അതാ നമ്മുടെ പ്രത്യാശ. ഒരു പാട്ടൂടെ പാടുക. സത്യമായി എന്നിലും നിത്യപിതാവിലും, സത്യമായി എന്നിലും നിത്യപിതാവിലും, സത്യമായി വിശ്വസിപ്പിൻ സന്തതവും നിങ്ങൾ, സത്യമായി വിശ്വസിപ്പിൻ സന്തതവും നിങ്ങൾ. ചിത്തം കലങ്ങിടൊല്ല, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല, പോയി വരും ഞാൻ. എൻ പിതാവിൻ കൃപ, എൻ പിതാവിൻ കൃപ, എൻ പിതാവിൻ കൃപ ഇൻപമേഴും പല, എൻ പിതാവിൻ കൃപ ഇൻപമേഴും പല, സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാൽ ഇനി, സമൃദ്ധ ഭവനങ്ങൾ ഉണ്ടതിനാൽ ഇനി, ചിത്തം കലങ്ങിടൊല്ല, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല, പോയി വരും ഞാൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത, സുവിശേഷം പ്രത്യാശ തരിക. എന്താ? നമ്മുടെ നേതാവ് തിരിച്ചു വരും. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം, ചേർത്ത് അത് പറയണം. നമ്മളെ വിട്ട് മൺമറഞ്ഞ വിശുദ്ധന്മാരുണ്ട്, രക്ഷിക്കപ്പെട്ടവരെ. ഭാര്യയോ ഭർത്താവോ മക്കളോ മാതാപിതാക്കളോ മകനോ മകളോ സഹോദരങ്ങളൊക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഓർക്കാപ്പുറത്ത് നമ്മളെ വിട്ട് അവർ ഇപ്പോൾ വിശ്രമിക്കുക. നമ്മുടെ പ്രത്യാശ അവരെ നമ്മൾ ഒരു ദിവസം കാണും. ദൈവത്തിന് മഹത്വം. കാണുന്നത് അങ്ങനെ പട്ടിയായിട്ടും പൂച്ചയായിട്ടും ഒന്നുമല്ല.
പട്ടി ഓടി പോയപ്പോൾ തള്ള പറയാം അച്ചായൻ പോകുന്നു. അച്ചായനാന്നോടാ 4 കാലും വാലുമായിട്ട് പോകുന്നു. അതൊക്കെ ജീവിച്ചിരുന്നപ്പോൾ തന്നെ നടക്കാൻ മേല. പിന്നെ എടാ ഊളം വർത്താനം നിർത്ത്. തള്ള മരിച്ചു. ചേടുത്തി അനിയത്തിയും 3 ആഴ്ച കഴിഞ്ഞപ്പം വീട്ടിലുണ്ട്. 3 ആഴ്ച കഴിഞ്ഞു. അടുക്കളയിൽ പെരുമാറിയപ്പം അരി കഴുകി വെച്ച് കാടി കളയാൻ ചേടുത്തി വെളിയിലോട്ടിറങ്ങിയപ്പം സൂസനെ ഓടി വാടി അമ്മ ഇരിക്കുന്നെന്ന്. തള്ള 3 ആഴ്ച മുമ്പ് മരിച്ചതാണ്. എന്ത് ചെയ്യാ കൊച്ചമ്മ? ആണ്ടടി വാഴത്തണ്ടേനെ കാക്ക വന്നിരിക്കുക. ഈ വട്ട് കേസിന് ഇത് വല്ലതും അറിയാം? തള്ളയ്ക്ക് കസേരയെ പോലും ഇരിക്കാൻ പറ്റില്ല. അതിന് വാഴത്തണ്ട കയറിയിരിക്കുന്നത്. തള്ള കസേര ഇരുത്തുന്നത് ഇങ്ങനെയായിരുന്നു. അന്നേരം അവള് പറയാ തള്ള വാഴത്തണ്ടയിലിരിക്കുന്നത്. വാഴത്തണ്ട കാക്ക വന്നിരുന്നതാ. എടാ പൊട്ടം കിടാപ്പ കാക്കയായിട്ടും പട്ടിയായിട്ടാന്നോടാ ചത്തുപോയവൻ വരുന്നത്. അയ്യോ, ഈ പുസ്തകം പഠിപ്പിക്കുന്നത് പുത്തൻ ശരീരത്തോടാ വരുന്നേ. ചമ്മലിച്ച ഒരു പാട്ടൂടെ പാടും. പാട്ട് വരുന്നെന്ന് പിന്നെ സാറ് പാടിയതാ. പുതിഗന്ധം നിറയൂമീ പുതിഗന്ധം നിറയൂമീ. നിർത്തിക്കേ. പൂതിഗന്ധം ദുർഗന്ധം വാക്കിന്റെ അർത്ഥം. നമ്മുടെ ഈ ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്ന ശരീരമാണ്. ഇല്ലേ? കുളിക്കാതിരുന്ന് പിന്നെ ഇപ്പൊ അടിക്കുന്നുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എത്ര ദിവസം കുളിച്ചില്ലേലും അയ്യോ കുളിക്കാതെ സഹായത്തിന് വരുന്ന ആൾക്കാരുണ്ട്. ഒരിക്കൽ വഴി കൂടെ ഇപ്പം അടിക്കരുത്. ഒരിക്കൽ വഴി കൂടെ നടന്നു പോയപ്പോൾ 2 പെണ്ണുങ്ങൾ തിന്നെ ഇരുന്ന് ഉറക്കം പറയാ കേൾക്കാം. ഒത്തിരി നാൾ കൂടുന്ന തലയൊന്ന് കഴിയുന്നു. അപ്പം മറ്റേ തള്ള ചോദിച്ചു അതിന് അസുഖം വല്ലോ? അസുഖം ഒന്നുമില്ല. അങ്ങനെ എപ്പോഴും പിന്നെ കുർബാനയ്ക്ക് പോകുന്ന മിക്കതും കുളിക്കാതാ നീ പോകുന്നത്. 5:30 ആകുമ്പോൾ എല്ലാം ആടെ മൂടെ പോയി ഒന്നാമത്തെ തണുപ്പും കിടുകിടുപ്പുക. ആ കാര്യത്തിൽ ഞാൻ ഹൈന്ദവരെ ബഹുമാനിക്കുന്നു. പ്രായമുള്ള അമ്മ മുതൽ പ്രായമുള്ള അപ്പച്ചൻ സ്നേഹകരും കുളിച്ചേച്ച ക്ഷേത്രത്തിൽ പോകും. നിങ്ങൾ വെളുപ്പിനെ ആറന്മുള ക്ഷേത്രത്തിൻ്റെ ഇവിടോട്ട് പോയ പ്രായമുള്ള അമ്മയൊക്കെ കുളിച്ചാ പോകുന്നു. നമ്മുടെ ഓരോന്നും മിക്കതും കുളിക്കാനാ സഭായത്തിന് വന്ന് ദൈവത്തെ വിളിക്കാൻ വരിക. കുളിയില്ലാതെ എൻ്റെ അച്ഛ ഉള്ള കാര്യമായി പറയാൻ. അപ്പൊ ഈ ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്നതാ. ഇല്ലേ? പല്ല് തേക്കാതൊന്നും ഇരുന്നേ ഒരാഴ്ച. സ്തോത്രം പറഞ്ഞാലോ തേച്ചിട്ടൊക്കുന്നില്ല. പേസ്റ്റ് മാറിയാവല്ലോ നാറ്റം മാറുമോ? അപ്പൊ ഈ ശരീരം ദുർഗന്ധം ഉണ്ടാക്കുന്ന ശരീരം. അത് സൈമൺ സാറ് കൊടുത്തിരിക്കുന്നതാ. പുതിഗന്ധം നിറയൂമി പുതിഗന്ധം നിറയൂമി ദേഹം താകർ നീടുമേ ദേഹം താകർ നീടുമേ മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം മംഗളമായി നീ വാഴും നമ്മളെല്ലാരും മംഗളം. അപ്പോൾ ഭൂതിഗന്ധം ഉണ്ടാക്കുന്ന ശരീരം മാറും. എന്നിട്ടോ അടുത്ത ലൈൻ ചമ്മലച്ചൻ ഇപ്പോൾ ആ പാട്ട് പിടികിട്ടിയല്ലേ? ഇടയ്ക്കത്തെ പാടിയോണ്ടാ പിടികിട്ടാഞ്ഞ്. സമയം നോക്കുന്ന ഞാൻ കണ്ട് ഇതോടെ പാടി വെച്ച് പോകാം. ഇപ്പം വിടാം. ഇഞ്ചക്ഷൻ ഉണ്ടോ? ഇല്ല. ഇപ്പം വിടാം. എൻ്റെ വണ്ടിയെ വിടാം. വണ്ടി ഉണ്ടോ? എന്നാൽ പിന്നെ കുഴപ്പം. നമുക്ക് മുമ്പും പുറകും പോവാം. ഇപ്പം നിർത്താം. അടുത്ത ലൈൻ ഇങ്ങനെ ഈ പൂതിഗന്ധം ഉണ്ടാക്കുന്ന ദേഹം അങ്ങ് മാറും. എന്നിട്ടോ അടുത്ത ലൈൻ പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ അന്ന് ദത്തം ചെയ്യും നായകൻ മംഗളം മംഗളമായി വാഴും നമ്മളെല്ലാരും മംഗളം മംഗളമായി ഇനി വാഴും നമ്മളെല്ലാരും മംഗളം മംഗളം
മംഗളം പാടിയാ പിന്നെ ഒന്നും പറയരുതെന്ന മംഗളം പാടി നിർത്തി. എന്നെ ക്ഷണിച്ചതിന് നന്ദി. ഈ